പി വി അൻവർ ഈ സാധനമായി പേറി എറണാകുളത്തേക്ക് വരുമോ? ജയശങ്കർ തലയിൽ പിടിക്കാൻ. പി വി അൻവർ ഒരു കടലാസ് പുലിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു അദ്ദേഹം കുരയ്ക്കുള്ളൂ, കടിക്കില്ല. അതിനുള്ള ആംബിയറൊന്നും അൻവറിനില്ല. രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരു കൊട്ടേഷൻ നേതാവാണ് അൻവർ. അപ്പോൾ എനിക്കെതിരെയുള്ള ആരോപണം, പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണം, അപ്പോൾ ഉണ്ടയില്ല വെടിപൊട്ടിക്കുന്ന ഒരു കാപട്യക്കാരനായ രാഷ്ട്രീയ നേതാവ് മാത്രമായി അദ്ദേഹം ചുരുങ്ങി. ആ വിരട്ടലും വിലപേശലും ഉണ്ടല്ലോ, അത് പിണറായിയോട്, അത് കോൺഗ്രസിനോടും DCC പ്രസിഡന്റായ എന്നോടൊന്നും വേണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ച അൻവറിനോട് ചോദിച്ച 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അൻവർ പറഞ്ഞ പരാതി ഗൗരവമായിരുന്നെങ്കിൽ, സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ADGP അജിത് കുമാർ എന്ന സ്ഥാനത്ത് കാണില്ലായിരുന്നു. പക്ഷേ ADGP അജിത് കുമാർ ആ സ്ഥാനത്ത് തുടരുകയാണ്. മുഖ്യമന്ത്രി നടപടിയെടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഉന്നയിച്ച ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വായു തോരാതെ സംസാരിക്കുന്ന CPM-ന്റെ സമീപനമായിരുന്നു നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ ഈ കാര്യം പറയില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വല്ലിപ്പയും അദ്ദേഹത്തിൻ്റെ വാപ്പയും കോൺഗ്രസിൻ്റെ സംസ്കാരം പേറുന്നവരാണ്. ആ തഴമ്പ് എന്തായാലും അൻവറിന് ചന്തിയിൽ ഉണ്ടാകില്ലല്ലോ. RSSുമായി സന്ധി ചെയ്യുന്ന പിണറായി വിജയനോടൊപ്പം ഇയാൾക്ക് എങ്ങനെയാണ് നിൽക്കാൻ കഴിയുക? പിണറായി വിജയനാണ് ഏറ്റവും വലിയ പരനാറി. ഇതുപോലെ നാറിയ ഒരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്? ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ അദ്ദേഹം മാസങ്ങൾ കഴിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകരെ കാണുള്ളൂ. ഒരു മുഖ്യമന്ത്രി കള്ളത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത് നിയമസഭയ്ക്കകത്ത്. പി വി അൻവറിന്റെ തേരോട്ടത്തിന് വിരാമമിട്ടുകൊണ്ട് ഒറ്റയടിക്ക് നിലംപരിശാക്കിയ ഒരു നേതാവുണ്ട് കേരളത്തിൽ. അദ്ദേഹമാണ് മുഹമ്മദ് ഷിയാസ്, എറണാകുളം DCC പ്രസിഡന്റ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഗസ്റ്റ് ആയിട്ടുള്ളത്. നമസ്കാരം. നമസ്കാരം. താങ്കൾ ഈ പി വി അൻവറിനെ പോലെ ഇത്രയും വലിയ ഒരു വില്ലൻ എന്ന് പറയുന്ന ഒരാളോട് ഇത്രയധികം ഭീകരമായിട്ട് അടിച്ച് നിരപ്പാക്കാനുള്ള കാരണം എന്താണ്? കാരണം അദ്ദേഹം ഒരു നമ്മളൊക്കെ ചിന്തിക്കുന്നതിനോട് അപ്പുറം ഒരു വലിയ മലമാതിരിയുള്ള ഒരാളാണ്. അതിലേക്കാണ് താങ്കൾ ചെന്ന് ഇടിച്ചത്. അദ്ദേഹം ഒരു എലിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയൊരു മലയാണെന്നുള്ളത് എനിക്കറിയില്ല. അല്ല, അത് ഞാനുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ തുടക്കം ജയശങ്കറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉണ്ടായൊരു വിവാദമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു MLA, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ, അതും 2 വട്ടം, അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ജനാധിപത്യ മര്യാദക്ക് ചേരുന്ന വിധത്തിലുള്ള സംസാരമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെരുമാറ്റമോ ആയിരുന്നില്ല ജയശങ്കറിനെതിരായി ഉണ്ടായിരുന്നത്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, ജയശങ്കർ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എറണാകുളത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ മുണ്ടഴിച്ച് അദ്ദേഹത്തെ റോട്ടിലൂടെ നടത്തും, മലം തലയിലൊഴിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ വൃത്തികെട്ട ഒരു സംസാരമുണ്ടായി. സ്വാഭാവികമായും ജയശങ്കറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ പൊതുസമൂഹം കാണുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ജയശങ്കർ. ജയശങ്കർ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും, കോൺഗ്രസിനെയും CPM-നെയും BJP-യെയും എല്ലാവരെയും, എല്ലാ നേതാക്കന്മാരെയൊക്കെ അവരുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം പറയുന്ന ആളാണ്, പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരാളെ വളരെ മോശമായി അധിക്ഷേപിച്ചതിന് സ്വാഭാവികമായും എറണാകുളം ജില്ലയിൽ ആരെക്കുറിച്ചാണെങ്കിലും, ഇത്തരത്തിലൊക്കെ ഉള്ള പൊതുസമൂഹം ശ്രദ്ധിക്കപ്പെടുന്ന ആരെക്കുറിച്ചാണെങ്കിലും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ സ്വാഭാവികമായ ഒരു പ്രതികരണം ഞാൻ നടത്തി. അത് സംസ്കാരത്തിന് ചേർന്നതല്ല. ഒന്നല്ലെങ്കിൽ ഇദ്ദേഹത്തെ CPM നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സമീപനമാണ് ഇദ്ദേഹം നടത്തുന്നതെങ്കിൽ ഇദ്ദേഹം തെളിവുകൾ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കോ കോടതിക്ക് മുമ്പിലോ തെളിവുകൾ ഹാജരാക്കണം. ഗൗരവമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്, സർക്കാരിനെതിരായി, മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരായി, ആഭ്യന്തര വകുപ്പിനെതിരായി. അപ്പോൾ അത്തരത്തിലുള്ള തെളിവുകൾ കോടതിക്ക് മുമ്പാകെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ, മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ നിരത്താൻ തയ്യാറാകണം. അതല്ലാതെ ഓരോ ദിവസവും TV ചാനലുകളിൽ മറ്റും വന്നിരുന്ന് വായു തോരാതെയുള്ള അദ്ദേഹത്തിൻ്റെ ഗിർവാണ പ്രസംഗം കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ജയശങ്കറിനെതിരായി പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഞാനിതൊക്കെയാണ് ചോദിച്ചത് അദ്ദേഹത്തോട്. അദ്ദേഹം അതിന് ഒരു ദിവസം കഴിഞ്ഞാണ്, അതായത് അതുവരെ അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യപ്പെടാത്ത രൂപത്തിൽ അദ്ദേഹം എയറിൽ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ADGP-നെ അടിക്കുന്നു, P ശശി അടിക്കുന്നു, ആരും തൊടാത്ത P ശശിയെ ADGP അടിക്കുന്നു, മലപ്പുറം SP-യെ മാറ്റുന്നു,
അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കമ്പിളി മാറ്റുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അയാൾ എല്ലാവരെയും കൂടെ മുകളിലാണ്, എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ഒരു നായകനായി മാറുകയാണ് എന്നുള്ള അവസ്ഥയിലാണ് താങ്കൾ ഒറ്റ ദിവസം കൊണ്ട് അടിച്ച് തകർത്തത്. പക്ഷെ അദ്ദേഹം തിരിച്ചൊരു പണി തന്നു താങ്കൾക്ക്. താങ്കൾ ഇവിടെ എറണാകുളത്ത് DCC ഓഫീസിൽ ഒരു സ്ത്രീയെ, അവിടെ പീഡനത്തിനിരയായ സ്ത്രീയെ താങ്കൾ അവർക്ക് കൂട്ടുനിന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ആരോപണം ഉന്നയിക്കുന്നത്, അതെന്താണ് ശരി? അല്ല, ഇതൊക്കെ ഉണ്ടയില്ല വെടിയാണ് അൻവർ പറഞ്ഞത്. ഞാൻ ജയശങ്കറിനെ അനുകൂലമായി, ജയശങ്കർ അത്തരത്തിലുള്ള ആളുകൾക്കെതിരായി വളരെ മോശമായി പറഞ്ഞതിനെതിരായിട്ടാണ് ഞാൻ, അൻവറിൻ്റെ ആ പരാമർശത്തിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അൻവർ വ്യക്തിപരമായി ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായി, ADGP അജിത് കുമാറിനെതിരായി, പ്രതിപക്ഷ നേതാവിനെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി, എല്ലാവർക്കുമെതിരായി അദ്ദേഹം ഒരു മര്യാദക്കും നിരക്കുന്ന വർത്തമാനങ്ങളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അതേ സമീപനമാണ് എന്നോടും അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ, ഒന്ന്, ഞാൻ ഗുണ്ടയാണെന്നാണ് പറഞ്ഞത്, സതീശൻ്റെ ഗുണ്ടയാണ്, ഞാൻ ഓട് പൊളിച്ചിറങ്ങി വന്ന ആളാണെന്നാണ് പറഞ്ഞത്. എന്ത് രാഷ്ട്രീയ യോഗ്യതയുണ്ടെന്നാണ് ചോദിച്ചത്. അതുപോലെ ഞാനിത് MG റോട്ടിലെ ഏതൊരു ഹോട്ടൽ പൊളിക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരു ഗുണ്ടയാണെന്ന് പറഞ്ഞു. ഒരു സ്ത്രീ വനിതാ നേതാവിൻ്റെ പരാതി ഞാൻ മുക്കി അവരെ ഭീഷണിപ്പെടുത്തിയെന്ന്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ്. ഞങ്ങളൊക്കെ എറണാകുളത്ത്, ഞാൻ 2000-ലാണ് പഠിക്കാൻ വേണ്ടി എറണാകുളം മഹാരാജാസ് കോളേജിൽ വരുന്നത്. ഞാൻ 32 വർഷക്കാലമായി KSU യൂത്ത് കോൺഗ്രസിലൂടെ സ്കൂൾ രാഷ്ട്രീയം മുതൽ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ്. ഈ കാലഘട്ടത്തിനിടയ്ക്ക് എനിക്കെതിരായി രാഷ്ട്രീയ കേസുകളല്ലാതെ, പൊളിറ്റിക്കൽ കേസ്, ധർണ നടത്തി, മാർച്ച് നടത്തി, പ്രക്ഷോഭം നടത്തി എന്നുള്ളതല്ലാതെ മറ്റൊരു കേസും ഈ ജില്ലയിൽ നിന്നല്ല, കേരളത്തിൽ ഒരു സ്ഥലത്തും എനിക്കത് എതിരായി ഒരു FIR പോലും ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു കേസിനും നിൽക്കുന്ന ആളുകളല്ല ഞങ്ങൾ അങ്ങനെ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന ആളുകളൊന്നുമല്ല. അപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള, രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വളർന്നു വന്ന ആളുകളാണ് ഞങ്ങൾ. KSU യൂത്ത് കോൺഗ്രസിലൂടെ വന്ന് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി DCC പ്രസിഡൻ്റ് ആയതാണ്. അപ്പോൾ അൻവറിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. ഞാനൊരു DC പ്രസിഡൻ്റ് ആയത് എങ്ങനെയാണെന്നൊക്കെ ഇനിയിപ്പോൾ അൻവറിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾക്ക് ആർക്കും ആവശ്യമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കൊച്ചുമകനാണ്. വാപ്പ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു, ഷൗക്കത്ത് അലി, മലപ്പുറത്ത്. ആ കുടുംബത്തിൽ നിന്ന് വന്ന് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി ഇവിടെ കോൺഗ്രസിനകത്ത് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് കണ്ട് CPM-നകത്ത് ചേക്കേറിയ അധികാരത്തോട് കൊതിമൂത്ത് പോയ ആളാണ്. ഞങ്ങളൊന്നും അധികാരത്തോട് അങ്ങനെ കൊതിമൂകാത്ത ആളുകളാണ്. ഞങ്ങൾ KSU യൂത്ത് കോൺഗ്രസിലൂടെയൊക്കെ വന്ന് പാർലമെൻ്ററി രാഷ്ട്രീയത്തോടോ മറ്റ് രാഷ്ട്രീയത്തോടൊന്നും വലിയ ആഭിമുഖ്യമില്ലാതെ പാർട്ടിയും ഞങ്ങളുടെ ആശയങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ഞങ്ങൾ കൊട്ടേഷൻ ഏറ്റെടുക്കും. ഞങ്ങൾ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് എങ്ങനെ? ജനങ്ങളുടെ കൊട്ടേഷനാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്, അവരുടെ ദുരിതങ്ങളാണ്, അവരുടെ ദുഃഖങ്ങളാണ്. ആ കൊട്ടേഷനിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറയുമ്പോൾ അതല്ലേ ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് കുടിവെള്ളമില്ല, അപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി ഞങ്ങൾ പോരാട്ടം നടത്തും സർക്കാരിനെതിരെ, അല്ലേ? റോഡുകൾ താറുമാറായി കിടക്കുന്നു, റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രക്ഷോഭം നടത്തും. പോലീസിൻ്റെ അകാരണമായിട്ടുള്ള പീഡനങ്ങൾ, പോലീസ് തന്നെ കൊലപാതകികളായി മാറുന്നു, പോലീസ് തന്നെ അക്രമകാരികളായി മാറുന്നു. പോലീസിനെതിരെ ഞങ്ങൾ കൊട്ടേഷൻ നടത്തും, പോലീസിനെതിരായി പ്രക്ഷോഭം നടത്തും. ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊട്ടേഷൻ. അപ്പോൾ അൻവർ ഉദ്ദേശിക്കുന്ന കൊട്ടേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരു കൊട്ടേഷൻ നേതാവാണ് അൻവർ. അൻവറിൻ്റെ ആ രാഷ്ട്രീയ പശ്ചാത്തലവും കോൺഗ്രസിൻ്റെ ഞങ്ങൾ ശീലിച്ചു വളർന്ന രാഷ്ട്രീയ പശ്ചാത്തലവും രണ്ടും രണ്ടാണ്. അൻവർ CPM-നകത്ത് നിൽക്കുമ്പോൾ സ്വർണം പൊട്ടിക്കൽ, സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ ഡോളർ കടത്ത്, അതുപോലെ സ്വർണം പൊട്ടിച്ചു കൊണ്ടുവരുന്നവനെ അവനെ കൊള്ളയടിക്കൽ, മയക്കുമരുന്ന്, ഇതെല്ലാം നടത്തുന്നത് CPM-ആണ് കേരളത്തിൽ. ആ CPM-ൻ്റെ രാഷ്ട്രീയവും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. രണ്ടും രാവും പകലും പോലെ വ്യത്യസ്തമാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അളക്കാൻ അൻവർ നിന്നാൽ അത് അൻവർ ഒരു മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നത്തിൽ മാത്രമായി നിൽക്കുന്ന ഒരാൾ
എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അൻവറിനെ അങ്ങനെയാണ് കണ്ടത്. അൻവർ എന്തോ വലിയ സംഭവമാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ അൻവറിൻ്റെ അടുത്ത് അൻവർ അങ്ങനെ ഒരു സംഭവമല്ല. അപ്പോൾ എനിക്കെതിരെയുള്ള ആരോപണം, പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണം, അപ്പോൾ ഉണ്ടയില്ല വെടിപൊട്ടിക്കുന്ന വെറും ഒരു കാപട്യക്കാരനായ രാഷ്ട്രീയ നേതാവ് മാത്രമായി അദ്ദേഹം ചുരുങ്ങി. എന്തുകൊണ്ടാണ് CPM അദ്ദേഹത്തിൻ്റെ പരാതിയിൽ അത്ര ഗൗരവമില്ലാത്തത്? CPM അദ്ദേഹം ഉന്നയിച്ച പരാതിയിൽ ഗൗരവമുണ്ടായിരുന്നെങ്കിൽ തെളിവ് കൊടുക്കണ്ടേ? വായുവിൽ കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അഭ്യൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാം വിളിച്ചു പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ നിന്നാൽ വിളിച്ചു പറയുന്ന കാര്യത്തിന് ഗൗരവമുണ്ടായിരുന്നെങ്കിൽ ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തുമായിരുന്നല്ലോ. അന്ന് ഞങ്ങളൊരു ആരോപണം ഉന്നയിച്ചു. ADGP അജിത് കുമാർ തൃശ്ശൂരിൽ വെച്ച RSSൻ്റെ ക്യാമ്പിൽ RSSൻ്റെ ദേശീയ ഉപാധ്യക്ഷനെ കാണാൻ, ഹൊസബോലയെ കാണാൻ, ദത്താത്രേയെ കാണാൻ അദ്ദേഹം സർവീസ് വാഹനം ഉപേക്ഷിച്ച്, സർക്കാർ വണ്ടി ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു പ്രൈവറ്റ് വാഹനത്തിൽ പോയി. അദ്ദേഹം റാം മാധവിനെ കാണാൻ, RSSൻ്റെ മേധാവിയെ കാണാൻ തിരുവനന്തപുരത്ത് അദ്ദേഹം ഇതുപോലെ RSSൻ്റെ പ്രഭാരിയുമായി പോയി. അവരെ കൂടെ പോയത് ആരാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഈ രണ്ടും സത്യമായിരുന്നു. അത് സമ്മതിച്ചല്ലോ സർക്കാരിൻ്റെ കയ്യിൽ, മുഖ്യമന്ത്രിയുടെ കയ്യിൽ അന്ന് തന്നെ റിപ്പോർട്ട് കിട്ടി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി, ദൂതനായി എന്തിനു വേണ്ടിയിട്ടാണ് RSS നേതാക്കന്മാരെ കണ്ടത്? ഞങ്ങൾ ഈ വിഷയമൊക്കെ അല്ല ഉന്നയിച്ച്, ഞങ്ങൾ പറയുന്നതിന് കൃത്യമായ ദിവസവും തെളിവും ഇന്ന ആളുകളാണ് ഇന്ന വാഹനത്തിലാണ് പോയതെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ തെളിവ് അൻവറിൻ്റെ കയ്യിൽ, അൻവർ ഉന്നയിച്ച ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അജിത് കുമാറിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അൻവർ ആ തെളിവ് കൊടുക്കണ്ടേ? പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായി എവിടെയാണ്? പരാതി പറയുമെന്ന് പറഞ്ഞു. അദ്ദേഹം പരാതി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടില്ല. DGPക്ക് പരാതി കൊടുത്തിട്ടില്ല. P ശശിക്കെതിരായി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി, ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉപജാപക സംഘത്തിൻ്റെ നേതാവാണ് P ശശി. ആ P ശശിക്കെതിരായി തെളിവുണ്ടെങ്കിൽ അൻവർ കൊടുക്കണ്ടേ? അപ്പോൾ ഇതൊന്നും കൊടുക്കാതെ ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുന്നത്, ആ വിരട്ടലും വിലവേശലും ഉണ്ടല്ലോ, അത് പിണറായിയോട്, അത് കോൺഗ്രസിനോടും DCC പ്രസിഡൻ്റായ എന്നോടൊന്നും വേണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പണി നിർത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹം പിണറായി വിജയനെ വിരട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്ത് SP-നെ മാറ്റി. നമുക്കറിയാം ശശിധരൻ എന്ന് പറയുന്ന എറണാകുളത്ത് DCP ആയിരുന്ന ഒരാളാണ്, വളരെ മാന്യനായ ഒരാളാണ്. അതേപോലെയുള്ള DYSP-മാരെ കംപ്ലീറ്റ് മാറ്റി, CA-മാരെ കംപ്ലീറ്റ് മാറ്റി. അപ്പം പിണറായി പോലും പേടിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ആ പേടിക്കുന്ന PV അൻവർ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലങ്ങൾ എല്ലാവർക്കും അറിയാം. എവിടെ കയറിയും അറ്റാക്ക് ചെയ്ത് ഓരോരുത്തർക്ക് ചെസ്റ്റ് പറഞ്ഞ്, ഈവൻ VD സതീഷിനടക്കം ചെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. 5ാം നമ്പർ ചെസ്റ്റ്, ഞാൻ 2ാം നമ്പർ ചെസ്റ്റ്, 1ാം നമ്പർ ചെസ്റ്റ് മറുനാടൻ, അങ്ങനെ പോവുകയാണ്. ആരും അയാളെ അങ്ങനെ എതിർത്ത് പറയാൻ ആരുമില്ല. ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ തലമണ്ടയ്ക്കടിക്കാൻ വേണ്ടി സ്വയം ഒരുങ്ങി താങ്കൾ എടുത്തു ചാടിയത്. അതിൻ്റെ ചേതോവികാരം എന്താ? അല്ല, ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള രീതി, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതി, DCC പ്രസിഡന്റ് എറണാകുളം, ഒരു DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു ന്യായമായ ഒരു കാര്യമാണ് ഞാൻ PV അൻവറിൻ്റെ ഈ ആക്ഷേപത്തിനും മറുപടിയായി ഞാൻ പറഞ്ഞത്. വളരെ ന്യായമായി. അതായത് കാലടിച്ച് പൊട്ടിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. എറണാകുളത്ത് വന്ന് അങ്ങനെ ജയശങ്കർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഉടുമുണ്ടൂരി അദ്ദേഹത്തെ വിവസ്ത്രനാക്കി റോഡിലൂടെ നടത്തും, അദ്ദേഹത്തിൻ്റെ തലയിൽ മലം കൊണ്ടുവന്ന്, ഒരു ബക്കറ്റ് മലം കൊണ്ടുവന്ന് ഞാൻ ഒഴിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യ സമൂഹമല്ലേ? ഭരിക്കുന്നത് ഇടതുപക്ഷമല്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരല്ലേ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ? എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ ഉള്ളത്? സ്ത്രീകളുടെ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ ഉള്ളത്? അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ച ഒരാൾ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആക്രമിക്കുമെന്ന് ആക്രോശം മുഴക്കി, കൊലവിളി മുഴക്കി മാധ്യമങ്ങളിലൂടെ അദ്ദേഹം നടത്തിയതിനെതിരെ ഏതെങ്കിലും ഒരു CPM നേതാവ് ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പറഞ്ഞത് ശരിയല്ല. അൻവറിന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അൻവറിന് പറയാം, അതേ ഭാഷയിൽ മറുപടി പറയാം. പക്ഷേ ഒരാളെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് ഹാനികരമാകുന്ന രീതിയിൽ ഇടപെടുന്നത്, ഇതിനെതിരെ പോലീസ് കേസെടുക്കണ്ടേ? ഈ പറഞ്ഞതിനെതിരായിട്ട് ഒരാളെ വിവസ്ത്രനാക്കി നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഒരു MLA ആണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു MLA ആണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളെ
സംരക്ഷിക്കുന്ന സർക്കാരാണ്. സർക്കാരിന് പേടിക്കാനുണ്ടാവും ചിലപ്പോൾ. അൻവറിൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ സർക്കാരിന് പേടിക്കാനുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് എന്തിനാ പേടിക്കുക? ഞാനെന്തിനാ പേടിക്കണം അൻവറിനെ? എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ അൻവറിനെ. അപ്പോൾ അൻവർ പറഞ്ഞതിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അൻവറിനോട് ചോദിച്ച 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അൻവർ പറഞ്ഞ പരാതി ഗൗരവമായിരുന്നെങ്കിൽ സർക്കാർ അന്വേഷിക്കുമായിരുന്നു. സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ADGP അജിത് കുമാർ എന്ന സ്ഥാനത്ത് കാണില്ലായിരുന്നു. പക്ഷേ ഇന്ന് ADGP അജിത് കുമാർ ആ സ്ഥാനത്ത് തുടരുകയാണ്. മുഖ്യമന്ത്രി നടപടിയെടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഉന്നയിച്ച ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വായു തോരാതെ സംസാരിക്കുന്ന CPM-ൻ്റെ സമീപനമായിരുന്നു നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ ഇത് പറയില്ലായിരുന്നു, നിങ്ങൾ ഈ കാര്യം പറയില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വല്ലിപ്പയും അദ്ദേഹത്തിൻ്റെ വാപ്പയും കോൺഗ്രസിൻ്റെ സംസ്കാരം പേറുന്നവരാണ്. ആ തഴമ്പ് എന്തായാലും അൻവറിൻ്റെ ചന്തയിൽ ഉണ്ടാകില്ലല്ലോ. അവർ ആനപ്പുറത്ത് കയറിയവരാണെന്ന് പറഞ്ഞ് അൻവറിൻ്റെ ചന്തയിൽ തഴമ്പുണ്ടാകില്ല. അപ്പോൾ ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുണ്ടെങ്കിലും ഇടതുപക്ഷ ആഭിമുഖ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ഈ രാജ്യത്തിൻ്റെ വർഗീയ താല്പര്യങ്ങൾ മുൻനിർത്തി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി അക്രമം നടത്തുന്ന, അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കുന്ന RSSുമായി സന്ധി ചെയ്യുന്ന പിണറായി വിജയനോടൊപ്പം ഇയാൾക്ക് എങ്ങനെയാണ് നിൽക്കാൻ കഴിയുക? ഇയാൾ രാജിവെച്ച് പുറത്തു വരണ്ടേ? ഇതെല്ലാം അൻവർ പറയുന്നുണ്ടെങ്കിലും അൻവറിൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറയുമെങ്കിലും എന്തുകൊണ്ടാണ് അൻവർ നടപടി സ്വീകരിക്കാത്തത്? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ അൻവർ മറുപടി പറയണ്ടേ? അതിന് പകരം അദ്ദേഹം എനിക്കെതിരെ ഈ കെട്ടുകഥയുണ്ടാക്കി ആരോപണങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരു സ്ത്രീയുടെ പരാതി ഒതുക്കി എന്ന് പറയുന്നുണ്ട്. നമ്മൾ DCC ഓഫീസിൽ ഒരു പീഡന പരാതിയുള്ള പീഡനമല്ല, അതിനകത്ത് എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലും ആ പരാതിയുണ്ട്. ഞങ്ങളൊരു സഹപ്രവർത്തകരുടെ ഒരു ആക്ഷേപമാണ്. ആ ആക്ഷേപം കിട്ടിയിട്ട് അധികം കാലമൊന്നും ആയില്ല, കുറച്ച് ദിവസമായുള്ളൂ. ആക്ഷേപം കിട്ടി 3ാമത്തെ ദിവസം ഞാൻ അവരെ നേരിട്ട് കണ്ടു, അവരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംസാരിച്ച കാര്യങ്ങൾ നിലവിലുണ്ടായിരുന്ന അവർ സ്വഭാവ ഹത്യയെ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് അവരുമായി സംസാരിച്ച് അവരുടെ ഭാഗം ഞാൻ കേട്ടു, എന്താണെന്നുള്ളത് കേട്ടു. അതിൻ്റെ ഒരു നടപടി എന്നുള്ള രീതിയിൽ ഞാൻ KPCCയോട്, ഞാൻ നടപടി എടുക്കേണ്ട ആളല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ KPCC അറിയിച്ചിട്ടുണ്ട്, അവരും KPCC അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ KPCC അതിനകത്ത് ഇത് അന്വേഷിക്കാൻ, സ്വാഭാവികമായിട്ടൊരു കാര്യം ഒരു പരാതി വരുമ്പോൾ അതിനെ അന്വേഷിക്കണമല്ലോ. അത് അന്വേഷിക്കാനായിട്ട് KPCC ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴും ഈ പരാതി ഞങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ അവർക്ക് നിയമപരമായി അത് ആരെ വേണമെങ്കിലും സമീപിക്കാം, കോടതിയെയോ പോലീസിനെയോ ആരെ വേണമെങ്കിലും സമീപിക്കാം. നമ്മൾ രാഷ്ട്രീയപരമായും നിയമപരമായും എല്ലാ പിന്തുണയും അവർക്ക് നൽകും. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകരല്ലേ, ഞങ്ങൾ ആരും അതിനെ കൂട്ടുനിൽക്കുന്ന ആളുകളല്ല. അതെന്താണെന്ന് ഒരു പരാതി വരുമ്പോൾ അതെന്താണെന്ന് പരിശോധിക്കാനുള്ളൊരു സമയമുണ്ടല്ലോ. ഞങ്ങൾക്ക് പാർട്ടി കമ്മീഷനോ പാർട്ടി കോടതിയൊന്നുമില്ല ഈ കാര്യത്തിൽ. സ്ത്രീകളുടെ പരാതികളിൽ CPM പറയുന്നത് പോലെ തീവ്രത അളക്കാനുള്ള മെഷീനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിൽ പാർട്ടി കോടതിയുമില്ല. അവർക്ക് നിയമപരമായി ഞങ്ങളുടെ ഒരു സഹപ്രവർത്തക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആരായിക്കോട്ടെ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏത് വനിതാ നേതാവായിക്കോട്ടെ, വനിതാ പ്രവർത്തകയായിക്കോട്ടെ, അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അവർ നിയമപരമായും രാഷ്ട്രീയപരമായും എല്ലാ ധാർമ്മികമായ പിന്തുണ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ലൈൻ. എൻ്റെയും ലൈൻ അത് തന്നെയാണ്. അതായത് കേരളത്തിൽ 14 ജില്ലകളിൽ DCC പ്രസിഡന്റുമാരുണ്ടെങ്കിലും താങ്കളെ മാത്രം പോലീസ് വേട്ടയാടുന്നതാണ് കണ്ടിട്ടുള്ളത്. താങ്കളെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി. എന്താണ് താങ്കളുടെ ഇത്രയധികം പോലീസുകാർക്കുള്ള ദേഷ്യം? നമ്മളൊരു പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമരങ്ങളുണ്ടാകും. ഞങ്ങൾ ആരും പോലീസ് സ്റ്റേഷനിൽ പോയി അനാവശ്യമായ കേസുകൾക്ക് ഇടപെടുന്നതോ അനാവശ്യമായി വിളിക്കുന്നതോ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി രാഷ്ട്രീയക്കാരാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരെ ഭരിക്കാനോ ഞങ്ങളാരും ഭരണമുള്ളപ്പോഴും നിന്നിട്ടില്ല, ഭരണം ഇല്ലാത്തപ്പോഴും ഞങ്ങളാരും ശ്രമിക്കാറുമില്ല, ഞങ്ങളാരും പറയാറുമില്ല. ന്യായമായ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയും, ചെയ്യാവുന്ന ഒരു സഹായം എന്താണ്, അവരുടെ ഭാഗം കേട്ടിട്ട് ചെയ്യണം എന്നുള്ളത് പറയും. അതിനപ്പുറത്ത് ഞങ്ങളാരും പറയാറില്ല. പക്ഷേ രാഷ്ട്രീയ സമരങ്ങൾ സ്വാഭാവികമായും സർക്കാരിനെതിരെയുള്ള സമരങ്ങളല്ലേ. ആ സമരങ്ങളിൽ പോലീസ് രാഷ്ട്രീയക്കാരോട് ഇടപെടേണ്ട ഒരു മര്യാദയൊക്കെ ഉണ്ട്. ആ മര്യാദ കവിഞ്ഞ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ ഒത്താശയോടുകൂടി അവരുടെ കൽപ്പനകൾ കേട്ട് അത് നടപ്പിലാക്കാൻ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ തുനിഞ്ഞാൽ അവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അത് പോലീസുകാരെ രാഷ്ട്രീയവൽക്കരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഞങ്ങളുടെ സമരങ്ങളെ നോക്കിക്കാണുകയും അതിനെ ആക്രമിക്കുകയും ചെയ്ത പോലീസുകാർക്കെതിരായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, നിയമപരമായി അതിനെ നേരിട്ടിട്ടുണ്ട്. അതിനെ വ്യക്തിപരമായി എന്നോട് വിദ്വേഷം പ്രകടിപ്പിച്ചത് കൊണ്ടോ എന്നെ കേസിൽ പ്രതിയാക്കിയത് കൊണ്ടോ എന്നെ ജയിലിടാമെന്നുള്ള വ്യാമോഹമുള്ളത് പോലീസുകാരൊക്കെ ഇവിടെയുണ്ട്, എറണാകുളത്തുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ അവരോട് പൊതുസമൂഹത്തിൻ്റെ, കേരളത്തിലെ ജനങ്ങളുടെ അവരുടെ പ്രതിഷേധമല്ലേ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അല്ല അവരെ ആക്രമിക്കാനോ അവരില്ലായ്മ ചെയ്യാനോ അവരെ അധിക്ഷേപിക്കാനോ മറ്റേനൊന്നും ഞങ്ങളാരും തുനിഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ സമീപനം, മോശമായ സമീപനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതേ രീതിയിൽ അവരോട് പ്രതികരിച്ചിട്ടുള്ളൂ. അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അത് ഞങ്ങളെ എത്ര ആക്രമിക്കാൻ ശ്രമിച്ചാലും എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഞങ്ങളൊക്കെ ഒരു പോയിന്റ് പിന്നോട്ട് പോകില്ല, ഒരു പോയിന്റ് മുന്നോട്ടേ പോകുള്ളൂ. താങ്കൾ എങ്ങനെയാണ് അന്ന് ആ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്? താങ്കളെ പിടിച്ചില്ല എന്നുള്ളത്, താങ്കൾ കോടതിക്ക് ഓടിക്കേറിയൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതെന്താണെന്ന് വിവരിക്കാം. അല്ല, കോതമംഗലത്ത് ഒരു ഇന്ദിരാമ എന്ന് പറയുന്ന ഒരു 79 വയസ്സുള്ള ഒരു സ്ത്രീയാണ് ആന ചവിട്ടിക്കൊന്നത്. 5 ദിവസമായി അവർ DFOയോടും പോലീസുകാരോടൊക്കെ പരാതിപ്പെട്ടു. അവിടെ ആനയുണ്ട്, വലിയ ശല്യമാണ്, അവർക്ക് ചെവി കേൾക്കില്ലായിരുന്നു. അവർ വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന സമയത്താണ്, മറ്റ് വീടിൻ്റെ പരിസരവാസികൾ ആന വന്നിട്ടെന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ചെവി കേൾക്കാത്തതുകൊണ്ട് അവരറിഞ്ഞില്ല. അവർ തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് പുറകിൽ നിന്ന് വന്ന് ആന ചവിട്ടിക്കൊല്ലുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, 79 വയസ്സായ ഒരു വയോധികയെ ആന ചവിട്ടിക്കൊല്ലുക. അവർ പരാതി കൊടുത്തിട്ട് പോലും അവർ താമസിക്കുന്നിടത്ത് ജീവിക്കാനും അവർക്ക് കൃഷി ചെയ്ത അവരുടെ വിളകളെല്ലാം നശിപ്പിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കി അവരെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊരു മനുഷ്യനെന്നുള്ള രീതിയിൽ നമ്മളൊക്കെ പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? നമ്മൾ എന്തിനാണ് പിന്നെ രാഷ്ട്രീയം പറഞ്ഞിട്ട് കിടക്കുന്നത്? അപ്പോൾ അവരുടെ മരണമുണ്ടായി, അവരുടെ മക്കളും അവരുടെ കുടുംബാംഗങ്ങളും ആ നാട്ടുകാരും മുഴുവൻ വലിയ പ്രതിഷേധമാണ്. നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ കോതമംഗലം, അതുപോലെ തന്നെ പെരുമ്പാവൂർ, അങ്കമാലി, മൂവാറ്റുപുഴ പോലെയുള്ള ഈ വനപ്രദേശവുമായി ചേർന്ന് കിടക്കുന്ന കിലോമീറ്ററുകളോളമുണ്ട്. 10,000-കണക്കിന് ആളുകളാണ് അവിടെ താമസിക്കുന്ന ആളുകൾ. അവരുടെ കൃഷിയാണ് അവരുടെ മുഖ്യമായ വരുമാനം. ആ കൃഷിയെല്ലാം നശിപ്പിക്കപ്പെടുകയാണ്. ആനയും അതുപോലെ കാട്ടുപന്നിയും കുരങ്ങും ഒക്കെ വന്ന് ഇത് മുഴുവൻ നശിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ വരുമാനം നിന്ന് ജീവിക്കാൻ വേറൊരു മാർഗ്ഗവുമില്ല, വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കയ്യിൽ പണവുമില്ല, ഇതല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ ആനയെങ്കിൽ ആന, കാട്ടുപന്നിയെങ്കിൽ കാട്ടുപന്നി, ആര് വന്നാലും മരിക്കാൻ കണക്കാക്കി നിൽക്കുന്ന ആളുകളാണ്. ആ സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സർക്കാരാണ് അത് ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ് അന്ന് ഈ ആന ചവിട്ടിക്കൊന്ന വിഷയത്തിൽ ഞങ്ങൾ കോതമംഗലത്ത് നടത്തിയത്. അന്ന് കളക്ടർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട DFOയോ ആരെങ്കിലും വന്ന വിഷയമൊന്ന് സംസാരിച്ച് ജനങ്ങളുടെ പ്രതിഷേധം കേൾക്കാൻ, ഇതൊക്കെ നാട്ടു നടപ്പല്ലേ ഇതെല്ലാം, ഇതൊന്നും ആദ്യമായിട്ടുണ്ടാകുന്നതല്ലല്ലോ. ആ പ്രതിഷേധം ഒന്ന് കേൾക്കാനും അവിടെ നടപടി സ്വീകരിക്കാനും തയ്യാറാകാതെ പോലീസ് ഒരു 350 പോലീസിനെ പറഞ്ഞുവിട്ട് ആ മൃതദേഹവുമായി ഇരുന്ന അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ, ഞങ്ങളുൾപ്പെടെ MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിച്ചിട്ട് ആ മൃതശരീരത്തിനോട് അനാദരവ് കാണിച്ചിട്ടാണ് അന്ന് അവർ വലിച്ചു കൊണ്ടുപോയത് ആ മൃതശരീരം പോലീസ്. അപ്പോൾ എന്ത് മോശമായിട്ടാണ് അവർ പെരുമാറിയത്. ആ പോലീസിനെതിരെയല്ലേ ഞങ്ങൾ സമരം നടത്തിയത്. അവിടെ എത്ര രൂക്ഷമായ സമരമാണെന്ന് 2 MLA-മാർ, എൽദോസ് കുന്നപ്പള്ളിയും മാത്യു കൊളനാടനും ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ അവിടെ നിരാഹാരമിരുന്ന്, ആ നിരാഹാര പന്തലിലിരുന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ ഞാൻ തൊട്ട് മുമ്പിലുള്ള ഒരു ഹോട്ടലിലേക്ക് കയറിയപ്പോഴാണ് അതിന് പുറത്ത് നിരവധി വാഹനങ്ങളിൽ കിടന്ന പോലീസുകാർ ഒരുമിച്ച് വരികയും എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു സമരം ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ പന്തലിലിരിക്കുകയാണ്. അതിന് മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷൻ, മണിക്കൂറുകൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ DYSP-യുമായി സംസാരിച്ചിട്ട് ഞാൻ പോകുന്നത്. ആ കേസ് ഉണ്ടായിരുന്നെങ്കിൽ, കേസ് എടുത്തിരുന്നെങ്കിൽ എന്നെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ, അറസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഈ സമരം പൊളിക്കണം. അതായത് ഞങ്ങൾ MLA-മാർ നടത്തുന്ന നിരാഹാര സമരം പൊളിക്കണം. ആ സമരപ്പന്തൽ അവിടെ നിന്ന് മാറ്റണം, കോതമംഗലം ടൗണിൽ നിന്ന് മാറ്റണം. അതാണ് മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം, പോലീസിന് കിട്ടിയ രാഷ്ട്രീയ നിർദ്ദേശം. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ വലിച്ചഴച്ചു കൊണ്ടുപോയത്. സ്വാഭാവികമായും 10-30 പോലീസുകാർ വലിച്ചഴച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി മണിക്കൂറുകളോളം ആ കാടുകളിൽ, കുട്ടമ്പുഴ ഉൾപ്പെടെ, അതുപോലെ ആ പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ, വടാട്ടുപാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് 2 മണിക്കൂറിന് ശേഷമാണ് എന്നെ അവിടെ കൊണ്ടുവരുന്നത്. ആ സമരപ്പന്തലിലിരുന്ന മുഴുവൻ ആളുകളെയും അടിച്ചോടിച്ച് അന്ന് അർദ്ധരാത്രി, ഏകദേശം 12 മണിയോട് അടുത്തിട്ടുണ്ട്, അർദ്ധരാത്രി മുഴുവൻ ആളുകളെയും അടിച്ചോടിച്ച്. മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം
അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹമാണ് ആ സമരപ്പന്തൽ വന്നിരുന്നത്, ഞങ്ങളുടെ പ്രവർത്തകർക്ക് സംരക്ഷണം കൊടുത്തത്. അദ്ദേഹം വന്നിരുന്നത് കൊണ്ട് മാത്രമാണ് ആ സമരപ്പന്തൽ അവർക്ക് പൊളിക്കാൻ കഴിയാതെ പോയത്, പോലീസുകാർക്ക്. അപ്പോൾ അവരുടെ നിർദ്ദേശം എല്ലാവരെയും, സമരത്തിലിരിക്കുന്ന MLA-മാരെയും എല്ലാവരെയും അടിച്ചോടിക്കുക, ആ സമരപ്പന്തൽ പൊളിച്ചു മാറ്റുക, ഈ സമരമില്ലായ്മ ചെയ്യുക. അതായത് ഒരു വലിയ ഇഷ്യൂ ആണത് ജനങ്ങളുടെ. എറണാകുളം ജില്ല മാത്രമല്ല, നമ്മുടെ ഈ വനപ്രദേശം, ഈ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. ആളുകൾ ഒഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ സർക്കാർ അത്തരത്തിൽ ഒരു സംരക്ഷണവും ഈ പാവപ്പെട്ട കർഷകരായിട്ടുള്ള ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഒരു നടപടിയും ചെയ്യുന്നില്ല. അതിന് പകരം അവരുടെ ശബ്ദം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ സമരം അടിച്ചമർത്തുന്നതിലൂടെ സർക്കാർ ശ്രമിച്ചത്. അവിടെയാണ് ഞങ്ങൾ അത് നിയമപരമായി ചോദ്യം ചെയ്തത്. എനിക്കെതിരെയും മാത്യു കുഴൽനാടനെതിരെയും അന്ന് അർദ്ധരാത്രി കേസിട്ട് അർദ്ധരാത്രി 3 മണിക്ക് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് ഇൻ്ററിം ബെയിൽ ഞങ്ങൾക്ക് അന്ന് രാത്രി തന്നു. കോടതി നമുക്ക് അനുകൂലമായി. കോടതി ഇതെല്ലാം കാണുകയല്ലേ. കോടതി ഇതെല്ലാം എത്ര ദിവസങ്ങളായി, എത്ര നാളുകളായി കോടതി ഈ പാവപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങൾ, ഈ വന്യജീവികളുടെ ശല്യം മൂലം മരണപ്പെടുന്നവരുടെയും പരിക്കേൽക്കുന്നവരുടെയും അവരുടെ കൃഷി നശിക്കുന്നവരുടെ എല്ലാം കോടതി കാണുകയല്ലേ. അപ്പോൾ പോലീസിൻ്റെ ഒരു ഭാഗത്ത് പോലീസിൻ്റെ അട്രോസിറ്റിയും കാണുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര വകുപ്പുകളാണ് നമുക്കെതിരെ. പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പോലീസിൻ്റെ വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിച്ചു, മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു, മൃതദേഹം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. എത്ര കേസുകളാണ് പോലീസ് എടുത്തത്, എത്ര FIR. അതിനുശേഷം ഇവിടെ കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കി, ജാമ്യം കിട്ടി. ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും സമരവുമായി ഇറങ്ങി. വീണ്ടും സമരം വളരെ പിറ്റേ ദിവസം വൈകുന്നേരമാണ് സമരം അവസാനിപ്പിച്ചത്. അതിനുശേഷമാണ് കോടതിയിൽ ചെന്നപ്പോഴാണ് ആ ഇൻ്ററിം ബെയിൽ, അത് വിധി പറയാനുള്ള ദിവസം കോടതിയിൽ ചെന്നപ്പോഴാണ് നാടകീയ രംഗങ്ങൾ വീണ്ടും ഉയർത്തി നിരവധി FIR-കൾ ഇട്ടു വന്നത്. അപ്പോൾ തന്നെ, അതായത് ഞാൻ ഇരിക്കുന്ന ഒരൊറ്റ രാത്രിയിൽ 4 FIR-ആണ്. ഒരു FIR കൂടാതെ കൂടുതലായി 4 FIR, മൊത്തം 5 കേസുകളാണ് ആ സമരവുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെയും മാത്യുവിനെതിരെയൊക്കെ എടുത്തത്. ആ കേസുകളൊന്നും ഹൈക്കോടതിയിൽ നിന്ന് അന്ന് തന്നെ ജാമ്യം കിട്ടി. ടുഡേ കേട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ഹൈക്കോടതി കേട്ട് 4 മണിക്ക് വിധി പ്രഖ്യാപിച്ച് ജാമ്യം തന്നു. മജിസ്ട്രേറ്റ് കോടതി ബാക്കി 3 കേസിനും ജാമ്യം തന്നു. ഈ പറയുന്ന എല്ലാ ഗൗരവമായിട്ടുള്ള എല്ലാ കേസുകളും എടുത്തു വെച്ചു. മജിസ്ട്രേറ്റ് കോടതിക്ക് പോലും ജാമ്യം തരാൻ കഴിയാത്ത രീതിയിലുള്ള കേസുകൾ എടുത്തു വച്ചിട്ടും കോടതി ജാമ്യം തന്നത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് താങ്കളെ ഏതു വിധേനയും അറസ്റ്റ് ചെയ്യുക, ജയിലിലടയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇതുവരെ കാണിക്കുക. ഒരു പൊതുപ്രവർത്തകൻ, പ്രത്യേകിച്ച് DCC പ്രസിഡന്റ് എറണാകുളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തനായ ഒരാളാണ്. അങ്ങനെയുള്ള DCC പ്രസിഡന്റിനെ ഒരു പോലീസ് മാത്രം ഒരു DYSP മാത്രം വെച്ചാൽ നടക്കുന്ന കാര്യമാണോ താങ്കൾക്കെതിരെ ഇങ്ങനെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? താങ്കൾ അതിലപ്പുറത്തേക്കുള്ള ഒരു നോട്ടപ്പുള്ളിയല്ലേ? അല്ല, എറണാകുളത്ത് ഞങ്ങൾ കുറേ സമരങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. ജനശ്രദ്ധ ആകർഷിച്ച കുറേ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഒന്ന് മുഫിയ പർവീൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആലുവയിൽ സ്ത്രീ സുരക്ഷ മുൻനിർത്തി അധികാരത്തിൽ വന്ന ഈ സർക്കാർ ഒരു പാവപ്പെട്ട നിയമ വിദ്യാർത്ഥിനി, ഒരു CAയുടെ അകാരണമായിട്ടുള്ള ഇടപെടൽ, അദ്ദേഹം വളരെ രൂക്ഷമായി മോശമായി സംസാരിക്കുകയും പിതാവിനോടും ആ പെൺകുട്ടിയോടും ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ കുടുംബവുമായിട്ടുള്ള വിഷയം സംസാരിക്കാനായി വിളിച്ചു വരുത്തിയതാണ്. ആ വളരെ മോശമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ CIക്കെതിരായി പരാതി എഴുതി വെച്ചിട്ടാണ് കുട്ടി കെട്ടിത്തൂങ്ങുന്നത്, മരണപ്പെടുന്നത്. ആ CIക്കെതിരെ ഒരു നടപടിയില്ല. ആലുവ CI അതുപോലെ തന്നെ തുടരുകയാണ്. 3 പകലും 2 രാത്രിയുമായി ശ്രീ ബെന്നി ബെഹനാൻ MP, അൻവർ സാദത്ത് MLA, റോജി M. ജോൺ MLA, ആലുവ മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ, ജബി മേത്തർ MP എല്ലാവരും ചേർന്ന് അവിടെ സമരം നടത്തി. ആ പോലീസ് സ്റ്റേഷൻ മുന്നിൽ സമരം നടത്തി. ആ ഉമ്മറത്ത്, പോലീസ് സ്റ്റേഷൻ്റെ ഉമ്മറത്ത് ഞങ്ങൾ പുറത്ത് സമരം നടത്തി. ആ സമരം കേരളത്തിലെ ജനശ്രദ്ധ ആകർഷിച്ച സമരമാണ്. ഈ സർക്കാരിനെതിരായിട്ടുള്ള സമരമായിരുന്നു. അത് ഞങ്ങൾ വിജയിച്ചു. ഏറ്റവും അവസാനം നടപടിയെടുത്ത് CA മാറ്റേണ്ടി വന്നു. അതുപോലെയാണ് പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ ഞങ്ങൾ എറണാകുളത്ത് വൈറ്റ് ലൈനിൽ റോഡ് ഉപരോധിച്ചു. ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു വലിയ സമരമാണ്. എത്ര സമരങ്ങൾ, ഇപ്പോൾ കോതമംഗലത്തുള്ള സമരം പോലെ തന്നെ എത്ര സമരങ്ങളാണ് എറണാകുളത്ത് ഉൾപ്പെടെ ഈ തെരുവോരങ്ങളിൽ. സമരങ്ങൾ മാത്രമല്ലല്ലോ, ജനകീയ വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളും സർക്കാരിനെതിരായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം
സർക്കാരിനെതിരായി രൂക്ഷമായി പറയാനും ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്. അതായത് താങ്കൾ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന കേരളത്തിലെ ശക്തനായ ഒരു നേതാവായി മാറിയിരിക്കുന്നു. മറ്റൊരു രാഷ്ട്രീയ നേതാവും കേരളത്തിൽ ഇത്ര വലിയ ശക്തമായി പ്രതികരിക്കാറില്ല. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പറയാറില്ല. പക്ഷെ താങ്കൾ കയറി അതുകൊണ്ടല്ലേ താങ്കൾക്ക് ഇത്രമാത്രം പിണറായി വിജയന്റെ ഒരു ശത്രുതയ്ക്ക് പാത്രീഭവിച്ചിരിക്കുന്നത്? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെതിരായിട്ടാണ് കുറേ സമരങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ അന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രവർത്തകർ അന്യായമായി കസ്റ്റഡിയിലെടുത്താണ്. അന്ന് അർദ്ധരാത്രി മുഴുവൻ ഇരുന്നിട്ടാണ് ഏറ്റവും അവസാനം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഞങ്ങളുടെ പ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയത്. ആ നവകേരള സദസ്സ് ഉൾപ്പെടെ നടന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ പ്രതിഷേധം ജില്ലയിലുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഇത് എല്ലാം ജനങ്ങളുടെ മുമ്പിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതെല്ലാം സർക്കാരിനെതിരായിട്ടാണ് വരുന്നത്, മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് വരുന്നത്. ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു മുഖ്യമന്ത്രി, ഒരു ധാർഷ്ട്യക്കാരനായ ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് ഈ നവകേരള സദസ്സിൻ്റെ തുടക്കത്തിൽ കണ്ണൂർ കല്യാശ്ശേരിയിൽ 3-4 ചെറുപ്പക്കാർ, ഒരു വനിതയെ ഉൾപ്പെടെ ക്രൂരമായി DYFI CPM നേതാക്കന്മാരെ ആക്രമിക്കുന്നത്, SFI നേതാക്കന്മാരെ ആക്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് കണ്ടത്. ഹെൽമറ്റ് ഉപയോഗിച്ച്, കമ്പിവടി ഉപയോഗിച്ച്, ചെടിച്ചട്ടി ഉപയോഗിച്ച് അതിക്രൂരമായിട്ടാണ് ആക്രമിക്കുന്നത്. തല പൊട്ടി ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി ദിവസങ്ങളോളം ICUവിൽ കിടന്നു. ദിവസങ്ങളോളം. ഒരു പയ്യൻ്റെ ചെവിയുടെ ഇയർഡ്രം പൊട്ടിപ്പോയി, ചെവി കേൾക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ചെവി കേൾക്കാൻ സാധിക്കുന്നില്ല. ഒരു പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിച്ച് കൈ തല്ലിയൊടിച്ച് അവരുടെ വസ്ത്രം കീറി. എല്ലാം ചെയ്തത് പോലീസിൻ്റെ മുന്നിൽ വച്ചാണ്. കേരളത്തിൻ്റെ പോലീസിൻ്റെ മുന്നിൽ വച്ചാണ് ചെയ്തത്. നിരന്തരമായി കല്യാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച ഈ മുഖ്യമന്ത്രിയുടെ ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ അക്രമത്തെ കല്യാശ്ശേരിയിൽ പിറ്റേ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? എൻ്റെ മുന്നിലാണ് ഇത് നടന്നത്. അവർ വാഹനത്തിൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ പിടിച്ചു മാറ്റിയതാണ്. കൂടെ സംരക്ഷണം കൊടുത്താണ്. ജീവൻ രക്ഷാപ്രവർത്തകരാണ്. അവരുടെ ജീവന് സംരക്ഷണം കൊടുത്ത് ജീവൻ രക്ഷാപ്രവർത്തകരാണ്. ആ രക്ഷാപ്രവർത്തകർ ചെയ്തത് നല്ല നടപടിയാണ്. ഇത് നിങ്ങൾ തുടരണം എന്നൊരു മുഖ്യമന്ത്രി പറയുന്നത് കലാപാഹ്വാനമാണ്. പിന്നീട് കേരളം കണ്ടത് മുഴുവൻ കലാപമാണ്, അല്ലേ? കേരളം മുഴുവൻ കണ്ടത് മുഴുവൻ കലാപമാണ്. അത് അവിടെ നിന്ന് തുടങ്ങി മലപ്പുറത്തും കോഴിക്കോടും തൃശ്ശൂരും എറണാകുളത്തും തിരുവനന്തപുരം വരെ എത്തുന്നത് വരെ എത്ര യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയും കൈയും കാലുമാണ് ഒടിയപ്പെട്ടത്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ചൂരലല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ദണ്ടുപയോഗിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ തല അടിച്ചു പൊളിച്ചത്. നിറകം തലക്കാണ് അടിച്ചത്. ഒരിക്കലും പോലീസ് മാനുവലിൽ അങ്ങനെ അടിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം കലാപാഹ്വാനം നടത്തിയ അക്രമമാണിത്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി, ഇത്ര ധാർഷ്ട്യക്കാരനും ഗുണ്ടയുമായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പിണറായി വിജയനെങ്കിൽ പിണറായി വിജയനെ പറയാൻ എല്ലാവർക്കും കഴിയണം. ഇപ്പം എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും കഴിയണം. ഞങ്ങൾ അതുകൊണ്ടാണ് ആ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നത്. ആ ഭാഷയിൽ തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറവൂരിൽ പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്, തീപ്പരി പ്രസംഗം. ഞാൻ പറഞ്ഞത് CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ പിണറായി വിജയനോടൊപ്പം നിന്ന, പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനോടൊപ്പം നിന്ന M സ്വരാജ്, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു നേതാവാണ്. VSനെ പറഞ്ഞത് അദ്ദേഹം വിഗ്രഹം ചുമക്കുന്ന കഴുതയാണെന്നാണ് പറഞ്ഞത്. VS അച്യുതാനന്ദന് പോരായ്മകളുണ്ടാകും, കുറവുകളുണ്ടാകും. പക്ഷെ അദ്ദേഹം RSSുമായി സന്ധി ചെയ്യാത്ത നേതാവാണ്. അഴിമതിക്കാരനല്ലാത്ത നേതാവാണ്. അഴിമതിക്കാരനല്ല, അഴിമതിക്ക് കൂട്ടു നിന്നിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തോ ഡോളർ കടത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ ഖജനാവിൽ നിന്ന് പണം കിട്ടുന്ന കോൺട്രാക്റ്റ് വർക്കോ ഒന്നും നടത്താത്ത കുടുംബമാണ് VS അച്യുതാനന്ദൻ്റെ കുടുംബം. അദ്ദേഹത്തെ വിഗ്രഹം ചുമക്കുന്ന കഴുതയാണ് എന്ന് വിളിപ്പിച്ച ആളാണ് പിണറായി വിജയൻ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇയാൾ കഴുതയല്ല, ഇയാൾ കോവർ കഴുതയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കോവർ കഴുതയാണ് പിണറായി വിജയൻ. രണ്ടാമത്തേത്, പിണറായി വിജയൻ തന്നെ അല്ലേ RSPയുടെ നേതാവ് NK പ്രേമചന്ദ്രനെ കൊല്ലത്ത് പോയി ഒരുത്തൻ നാറിയാൽ അയാളെ നാറിയെന്നും വീണ്ടും നാറിയാൽ അയാൾ പരനാറിയാണ് എന്നും പറഞ്ഞ് അയാളെ പരനാറി എന്ന് വിളിച്ചത്. ഇന്ന് ഏറ്റവും കേരളത്തിൽ വിളിക്കാൻ അർഹൻ ഈ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയനാണ് ഏറ്റവും വലിയ പരനാറി. ഇതുപോലെ നാറിയ ഒരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ
അദ്ദേഹം മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ മാധ്യമപ്രവർത്തകരെ കാണുള്ളൂ. ഏതെങ്കിലും ഒരു വിവാദ വിഷയത്തിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മകളെക്കുറിച്ച്, സ്വന്തം മകൾക്കെതിരായി അന്വേഷണം നടക്കുന്ന സന്ദർഭത്തിൽ പോലും കൃത്യമായ മറുപടി നിയമസഭയ്ക്കകത്ത് നൽകിയ മറുപടി കള്ളമായിരുന്നു. ഒരു മുഖ്യമന്ത്രി കള്ളത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത് നിയമസഭയ്ക്കകത്ത്. അല്ലേ? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പി ടി തോമസ്, ഒന്നാമത്തെ പിണറായി മന്ത്രിസഭയിൽ അന്ന് പ്രതിപക്ഷത്തിരുന്ന പി ടി തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യമാണെന്ന് രണ്ടാം പിണറായി വിജയന്റെ മന്ത്രിസഭ അധികാരമേറ്റതിന് ശേഷമാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കേന്ദ്രത്തിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി 1.5 വർഷക്കാലത്തിന് ശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അത് അറിഞ്ഞത്. അല്ലേ? എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ അന്വേഷണങ്ങൾ മുഴുവൻ 1.5 വർഷക്കാലത്തിന് ശേഷമാണ് കേരളത്തിലെ പൊതുസമൂഹം അറിഞ്ഞത്. അപ്പൊ ഈ മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ അഴിമതി നടത്തുന്ന, കുടുംബം മുഴുവൻ അഴിമതി നടത്തുന്ന ഈ മുഖ്യമന്ത്രിയെ ഇയാൾ ഇത്തരക്കാരനാണ് എന്നുള്ളതല്ലാതെ നമുക്ക് വേറെന്താ പറയാൻ കഴിയുക? അതുകൊണ്ടാണ് അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ടച്ചങ്കനോ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതിയായ ഒരു ഭരണാധികാരിയോ അതൊന്നുമല്ലല്ലോ. ഇത് ജനാധിപത്യ സമൂഹമല്ലേ? ഈ ജനാധിപത്യ സമൂഹത്തിൽ കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി ഇതിനു മുമ്പും ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നല്ലോ. അല്ലേ? നയനാരെ കണ്ടിട്ടുണ്ട്, അച്യുതാനന്ദനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ EMS നമ്മൾക്കറിയാം. അല്ലേ? എത്രയോ ഇടതുപക്ഷ CPM മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നുമില്ലാത്ത ഒരു പരിവേഷം പിണറായി വിജയന് കെട്ടിക്കൊടുത്ത് പിണറായി വിജയൻ ഒരു ഏകാധിപതിയെ പോലെയാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു ഇരട്ടച്ചങ്കനായിട്ടുള്ള ഒരു കാർക്കശ്യക്കാരനായ ഒരു മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് ചെയ്യുന്ന കൊള്ളരുതായ്മകൾ, തെറ്റുകൾ ഒന്നും പറയാൻ പാടില്ല, എല്ലാവരും ഭവ്യതയോടുകൂടി പഞ്ചപുച്ഛമടക്കി നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ നിശ്ചിതമായി വിമർശിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയെ ഇതുപോലെയല്ല വിമർശിക്കേണ്ടത്, ഇതുപോലെയല്ല, ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കേണ്ടത്. അത് ആദ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു സംശയവും വേണ്ട, കോൺഗ്രസ്സുകാരോ UDFകാരോ ഇല്ല. ഞങ്ങളുടെ ആളുകൾ കേൾക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു അസ്വീകാര്യത ഉണ്ടാകും. ഞങ്ങൾ അങ്ങനെ ഒരു ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇത് ഒരു നിവൃത്തിയുമില്ലാതെ അത്തരത്തിൽ സംസാരിക്കാൻ നിർബന്ധിതമാക്കുകയാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരേണ്യവർഗത്തിൻ്റെ ചിന്തകൾക്കപ്പുറത്ത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണക്കാരൻ ചിന്തിക്കുന്നത് പറയുക എന്നുള്ളതാണ് ഞങ്ങളെ പോലെയുള്ള രാഷ്ട്രീയക്കാർ. ഞാൻ പഠിച്ചിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. അതൊരു അനാദരവോ അല്ലെങ്കിൽ ഒരു അഭംഗിയോ എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെയൊക്കെ വേദനകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ദുരിതങ്ങളും അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളത് ഒരു സാമാന്യ രാഷ്ട്രീയ പ്രവർത്തകന്റെ ബോധ്യമാണ്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ കേരളത്തിൽ പിണറായി ഭരണത്തിൽ എല്ലാവരും പേടിച്ച് അധികം സംസാരിക്കാൻ നിൽക്കുമ്പോൾ താങ്കൾ മുന്നോട്ട് കയറി വന്ന് തൻ്റെ പൂർവ്വം ആർജവത്തോടെ സംസാരിക്കുകയാണ്. മറ്റാരും തന്നെ അത്രത്തോളം ആർജവത്വം കാണിക്കുന്നതായി കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഇത്ര ധൈര്യം കിട്ടുന്നത്? അല്ല, ഈ പിണറായി വിജയന്റെ വാക്ക് തന്നെ നമുക്ക് അതിനകത്ത് കടമെടുക്കാം. മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ ഭയം ഉണ്ടാവുകയുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഭയമുള്ള ആളുകളല്ലല്ലോ. ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യവും രാഷ്ട്രീയം അഭ്യസിച്ച സാഹചര്യവും ഒക്കെ കേരളത്തിൻ്റെ പൊതുനിരത്തുകളിൽ ജനങ്ങളെല്ലാം കണ്ടിട്ടുള്ളവരല്ലേ. ഞങ്ങൾ അങ്ങനെ ഒരാളോടും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു രീതിയിൽ അങ്ങനെ ഒരു നിഷ്പക്ഷമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു എല്ലാം സഹിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളൊന്നുമല്ല ഞങ്ങൾ. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഭാഷയും അതിൻ്റെ ശൈലിയും അതിൻ്റെ ആ ഒരു സമരത്തിൻ്റെ പോരാട്ട വീര്യവും അതൊക്കെ ഞങ്ങൾ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അഭ്യസിച്ച ആളുകളാണ്. അത് വളരെ ശക്തമായി, അതിപ്പോൾ കോൺഗ്രസ് ആയാലും നമുക്കത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ ഓരോ ദിവസവും കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരെ പാവപ്പെട്ടവരെ നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും മോശമായ സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ നമുക്കൊന്ന് അവതരിപ്പിക്കപ്പെടാതെ എങ്ങനെയാണ് നമുക്ക് പോകാൻ സാധിക്കുക? ഒരു രാഷ്ട്രീയക്കാരന് നമുക്കിതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതെല്ലാം ഏറ്റവും നല്ല ഭാഷയിൽ നന്നായി ഒരു മൈക്ക് കെട്ടി നിന്ന് പ്രസംഗിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് ജനങ്ങൾക്ക് മുമ്പിലാണ് പ്രകടിപ്പിക്കാനുള്ളത്.
അത് ഏത് കാര്യത്തിലാണെങ്കിലും പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് നന്നായി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനൊക്കെ ഒരു ജനങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു പൊതുബോധം ഇല്ലാതെ പലപ്പോഴും പല ആളുകളും പോകുന്നുണ്ട്. ജനങ്ങളിത് ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ലേ 18 സീറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം. എറണാകുളത്ത് ഹൈബീഡന് 2.5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. 2.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. 5% പോളിംഗ് ശതമാനം കുറവ് എറണാകുളത്ത് ഉൾപ്പെടെ. കേരളത്തിൽ മൊത്തം കഴിഞ്ഞ തവണ 74%-ലധികമായിരുന്നു. ഇത്തവണ 68 ആണ്. 69 പോലും ഇല്ല. എന്നിട്ടും 2.5 ലക്ഷം വോട്ടിനാണ്. നിങ്ങൾ ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലം ഞങ്ങളെ തോൽപ്പിക്കാൻ LDF, BJP, CPM-ന്റെ B ടീം 2020 അല്ലേ, എന്നിട്ടും 67,000-ലധികം ഭൂരിപക്ഷത്തിന് UDF-ന് വിജയിക്കാൻ സാധിച്ചു. കുന്നത്ത് നാടാണ് 2020 ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടുമെന്ന് പറഞ്ഞത്. അവിടെ ഒന്നാമത്തെ കക്ഷി കോൺഗ്രസ് ആയിരുന്നു, UDF ആയിരുന്നു. 6,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 6,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ CPM-ഉം CPM-ന്റെ B ടീമും ഒന്ന് ഇറങ്ങിയാൽ ഞങ്ങളെ അങ്ങോട്ട് തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഞങ്ങളൊക്കെ ജനത്തിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങളാരും വീട്ടിൽ കയറി ഇരുന്ന് അല്ലെങ്കിൽ ഓഫീസിലിരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളല്ലല്ലോ. ജനങ്ങളുടെ ഓരോ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇറങ്ങി 18 സീറ്റ് കോൺഗ്രസ് നേടി, ഓക്കെ, UDF നേടി. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു, തൃശ്ശൂർ. അത് വലിയൊരു പരാജയം തന്നെയല്ലേ? തീർച്ചയായും അതൊരു വലിയ പരാജയമാണ്. അതിനകത്ത് 2 ഘടകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നൊരുക്കമുണ്ട്. ആ മുന്നൊരുക്കത്തിൽ BJPക്ക് വളരാനും വിജയിക്കാനും കഴിയാവുന്ന സാഹചര്യത്തിലേക്ക് ഒരുക്കി കൊടുത്തത് പിണറായി വിജയനും ഈ സർക്കാരുമാണ്. നിരവധി കള്ളവോട്ടുകൾ അവിടെ ചേർത്തു. ശ്രദ്ധിക്കേണ്ടത് ആരാ? സർക്കാർ സംവിധാനമാണ്. അപ്പോൾ തൊട്ടടുത്ത അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന്, പങ്കമാലിയിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെ തൊട്ടടുത്ത പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നൊക്കെ നിരവധി വോട്ടുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങും ഫ്ലാറ്റുകളുടെയൊക്കെ പേരിൽ അവരവിടെ ചേർത്തു. അവർ തന്നെ അത് പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്ര 1000 വോട്ട് കൂടുതൽ ചേർത്തു എന്നുള്ളത് BJP. അപ്പോൾ കള്ളവോട്ട് ചേർക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂരുകാരുടെ ഒരു ഉത്സവം, കേരളത്തിൻ്റെ ഒരു ഉത്സവം, തൃശ്ശൂർ പൂരം. പൂരപ്രേമികളായിട്ടുള്ള ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ, വിശ്വാസികൾ. അതിനപ്പുറത്ത് പൊതുസമൂഹം. ആ തൃശ്ശൂർ പൂരം കലക്കി ഈ പറയുന്ന ADGP-യും അവിടെ ഉണ്ടായിരുന്ന സിറ്റി പോലീസ് കമ്മീഷണറും ഉൾപ്പെടെ ആ പൂരം കലക്കി, ആ പൂരത്തിന് വന്നവരെ അടിച്ചോടിച്ചു, ആ പൂരം അലങ്കോലമാക്കി. ഏറ്റവും അവസാനം സുരേഷ് ഗോപിയെ ആശുപത്രിയിൽ നിന്ന് ആണ് എന്ന് പറഞ്ഞ് വാഹനത്തിൽ, ഏത് വാഹനത്തിൽ, ആംബുലൻസിൽ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി ആ വിഷയം അവിടെ തീർത്തു. അപ്പോൾ അതാർക്ക് വേണ്ടിയിട്ടായിരുന്നു? കൃത്യമാണ്. കരുവന്നൂർ പോലെ ഇപ്പം എന്തായി കരുവന്നൂർ? എത്ര ദിവസം നിങ്ങളെല്ലാം ED ഓഫീസിന് മുമ്പിൽ പോയി നിന്ന് ക്യാമറയുമായി അല്ലേ? എന്തായി ഇപ്പോൾ കരുവന്നൂരിൻ്റെ അവസ്ഥ? 500-ലധികം കോടി രൂപയുടെ അഴിമതിയാണ്. സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ പണമാണ്. ആരെങ്കിലും പിടിച്ച 3-4 പേരല്ല. അത് ഈ പണം എങ്ങോട്ട് പോയി? ആരുടെ അക്കൗണ്ടിലാണ് പണം കൊടുത്തത്? ആരൊക്കെയാണ് കൊണ്ടുപോയത്? ഇതുവരെ സർക്കാരിന് കണ്ടെടുക്കാൻ കഴിഞ്ഞു? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നേതാക്കന്മാരെ, AC മൊയ്തീനും CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള ആളുകളെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. 2-3 പ്രാവശ്യം വിളിച്ച് ചർച്ച ചെയ്തതല്ലാതെ, ചോദ്യം ചോദിച്ചതല്ലാതെ വേറെ ഒന്നും നടന്നില്ല. അപ്പോൾ അതിനകത്ത് കൃത്യമായ ഡീലാണ്. കരുവന്നൂർ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള മാസപ്പടി കേസ്, നിങ്ങൾക്കൊരു സീറ്റ് ഞങ്ങൾ നൽകിയേക്കാം, തൃശ്ശൂർ നൽകിയേക്കാം എന്നുള്ളത് കൃത്യമായി. എന്നിട്ട് അതിൻ്റെ പാപഭാരം മുഴുവൻ കോൺഗ്രസിന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പോരായ്മകളുണ്ട്, സംഘടനാപരമായിട്ടുള്ള ഞങ്ങളുടെ പോരായ്മകളുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ കാര്യം അതാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ മുന്നൊരുക്കത്തോടു കൂടി ശക്തമായി പോരായ്മകൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ആ പോരായ്മയും അതിനകത്തുണ്ട്, ആ പോരായ്മയുമുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ കൃത്യമായി നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കണം. അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് വിജയിക്കാം. എത്ര ശക്തിയാണ്, അല്ലെങ്കിൽ എത്ര ശക്തരായ സ്ഥാനാർത്ഥിമാരാണ്, എത്ര അധികം സംഘടനാ കരുത്തുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ അതിന് സാധിക്കും. അതിൻ്റെ ഒരു പോരായ്മ കൂടിയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തൃശ്ശൂർ നമുക്കൊരു വലിയ കേരളത്തിൻ്റെ പൊതു
സമൂഹത്തിന് തന്നെ തൃശ്ശൂർ BJP വിജയിക്കാൻ കഴിഞ്ഞതിലുള്ളൊരു നഷ്ടം എല്ലാവർക്കുമുണ്ട്. അത് കേരളത്തിൻ്റെ ഇന്നത്തെ ഈ സൗഹാർദ്ദ അന്തരീക്ഷത്തെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുബോധം, നമ്മൾ വലിയ മതേതരവാദികളാണ്, നമ്മൾ ഒരു ജനാധിപത്യവാദിയാണ്, നമ്മൾ ഏറ്റവും സന്തോഷത്തോടും സൗഹൃദത്തോടും കൂടി ജീവിക്കുന്ന ആളുകളാണ്, പൊതുവിഷയങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിറങ്ങുന്ന ആളുകളാണ് എന്നുള്ളതിന് കളങ്കം ചാർത്തിയ ഒരു വിജയമാണ് BJPക്ക് അവിടെ ഉണ്ടായത്. അത് നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന അപകടം, അതിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരിക കേരളത്തിലെ CPM ആയിരിക്കും. കേരളത്തിലെ പിണറായി വിജയനായിരിക്കില്ല, കേരളത്തിലെ CPM-നായിരിക്കും. കാരണം പിണറായി വിജയന് ഈ പാർട്ടിയുടെ അന്തകനായി ഈ പാർട്ടിയെ ഏറ്റവും അവസാനം കുഴിയിൽ വച്ച് അതിൻ്റെ മേലൊരു വാഴ വച്ചിട്ടാണ് അയാൾ ഇവിടുന്ന് പോകുള്ളൂ. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ആ പ്രവൃത്തിയാണ് ഇന്ന് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മാസപ്പടി വിഭാഗത്തിൽ 8 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാൻ SFIക്ക് നിർദ്ദേശം. ഇപ്പോൾ സെപ്റ്റംബർ 1 മുമ്പ് തീർക്കണേ. ഇതുവരെ അന്വേഷണത്തിന് യാതൊന്നും വന്നിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇതുവരെ പിണറായി വിജയനെ തൊട്ടിട്ടില്ല, ഡോളർ കടത്തിൽ തൊട്ടിട്ടില്ല, ഇതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പിൽ തൊട്ടിട്ടില്ല. ലാവ്ലിൻ കേസ് 8 വർഷമായിട്ട് സുപ്രീം കോടതിയിലാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നൊരു കേസ്, ഞാൻ കൊണ്ടുപോകുന്ന കേസ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ പിണറായി വിജയൻ സുരക്ഷിതനാണ്. ഇത് ഇത്രത്തോളം പരസ്യമായിട്ട് ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒക്കെ അനങ്ങാതിരിക്കുന്നത്? അല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ കുറ്റവാളിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ നമ്മളാരും കണ്ടിട്ടില്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ലാവ്ലിൻ മുതൽ ഏറ്റവും അവസാനം കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് വരെ പണം വാങ്ങിയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇന്ന് സംശയത്തിൻ്റെ നിഴലിലാണ്, അല്ലെങ്കിൽ നിസ്സംശയം പറയാം ഇവർ അഴിമതിക്കാരാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു അന്തർധാര വളരെ സജീവമായുണ്ട്. ഇന്ന് ദക്ഷിണേന്ത്യയിൽ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമില്ലല്ലോ. ഉണ്ടായിരുന്നത് കർണാടകമാണ്. കേരളത്തിൽ അവർക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല, തമിഴ്നാട്ടിൽ ഒരു സാധ്യതയില്ല. ഉണ്ടായിരുന്നത് കർണാടകയാണ്. തെലുങ്കാനയിലോ ആന്ധ്രയിലോ ഒരു സാധ്യതയില്ല. പക്ഷേ കേരളത്തിൽ സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കാൻ നിരന്തരമായി RSS മുഖ്യമന്ത്രിയുടെ ഈ അഴിമതിയെ, ആ ദുർബലനായ മുഖ്യമന്ത്രിയെ ഉപയോഗപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രിയും കുടുംബവും അവരുടെ ഓഫീസും നടത്തി ഈ അഴിമതികൾ വച്ച് വിലപേശി അപ്പോൾ അവരൊരു സീറ്റ്, BJPക്ക് ഒരു സീറ്റ് തൃശ്ശൂരിൽ നേടി. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി ഏതൊക്കെ സീറ്റാണ് ഇവർ കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ, കോൺഗ്രസ് അധികാരത്തിൽ വരരുത്, ശത്രുവിൻ്റെ ശത്രുവായ മിത്രം, CPM ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് BJP കരുതിയത്. അവർ BJPക്ക് വോട്ട് ചെയ്തു. RSS CPM-ന് വോട്ട് ചെയ്തു BJP. RSS പ്രവർത്തകർ വോട്ട് ചെയ്തു. RSSൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ ചുമതലയുണ്ടായിരുന്ന ആൾ തന്നെ വളരെ കൃത്യമായി മാധ്യമപ്രവർത്തകരോട് ഇത് പറഞ്ഞല്ലേ. എത്ര സീറ്റുകളിലാണ് അവർ വോട്ട് ചെയ്തതെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. 67 സീറ്റുകളിലാണ് ഈ RSSൻ്റെ വോട്ട് CPM-ന് പോയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഈ കൂട്ടുകെട്ടാണ് കേരളത്തിന് ഏറ്റവും വലിയ അപകടകരമെന്ന് പറയുന്നത്. അതായത് മതേതരവാദികളാണ്, ജനാധിപത്യവാദികളാണ് എന്നുള്ള തരത്തിൽ എക്കാലഘട്ടത്തിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കേരളത്തിൻ്റെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ന് തീവ്ര വലതുപക്ഷമായി എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ വർഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന, അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന, ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്ന, മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങളിൽ ഒരു നിലപാടും സ്വീകരിക്കാതെ നിൽക്കുന്ന, ഇടപെടാതെ നിൽക്കുന്ന BJPയോടൊപ്പം കൂടുക എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ രംഗത്ത് BJPക്ക് വളർന്ന് വരാനും വിജയിക്കാനും കഴിയാവുന്ന വഴി വെട്ടിത്തെളിച്ചു കൊടുക്കുന്ന ഇന്നത്തെ പിണറായി വിജയനും ഇന്നത്തെ CPM-ഉം നാളുകളിൽ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇവർ ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല. ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടില്ലല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി SFI അന്വേഷണം നടത്തുന്നത് നമ്മൾ 1.5 വർഷക്കാലത്തിന് ശേഷം അറിഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും കർണാടകയിൽ ഈ അന്വേഷണം നടക്കുന്നുണ്ട്, എക്സാലോജിക്കിനെതിരായ അന്വേഷണം നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു BJP നേതാവ് കേരളത്തിൽ അത് പ്രസംഗിച്ചോ, പറഞ്ഞോ? ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകന് ഇത് അറിഞ്ഞില്ല. കോടതിയിൽ വീണ വിജയൻ ചെന്ന് എനിക്കെതിരെ ഈ അന്വേഷണം സമ്മതിക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് SFI അന്വേഷണം നടത്തുന്നതായി മുഴുവൻ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ അറിയില്ലായിരുന്നു ഇത്. അപ്പോൾ
ആ ഒരു അന്തർധാരയാണ്. ഇതെല്ലാം മറച്ചു വയ്ക്കപ്പെടുകയാണ്. ഇപ്പൊ ലാവ്ലിൻ കേസിൽ എത്ര പ്രാവശ്യമാണ്? 60 ദിവസം 62 തവണ രജിസ്റ്റർ വഴി അടക്കം കഴിഞ്ഞു. 62 തവണ. നമ്മൾ അറിഞ്ഞത് 39 ആണെന്ന്. അല്ല, 39 പ്ലസ് 23 തവണ രജിസ്റ്റർ വഴി മാറ്റി. കോർട്ടിലേക്ക് വരില്ല, അല്ലാതെ അവിടുന്ന് മാറ്റി. അപ്പൊ ഇത്ര 8 കൊല്ലമായി. BJP ഇതര മുഖ്യമന്ത്രിമാർ, നമുക്കറിയാം, കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ആളുകളാണെങ്കിലും അവരെ എല്ലാം എല്ലാ രീതിയിലും ഇപ്പൊ EDയുടെ പ്രവർത്തനവും CBIയുടെ പ്രവർത്തനവും മറ്റു പ്രവർത്തനങ്ങളൊന്നും ഇപ്പൊ വലിയ കാര്യമായിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇന്നിപ്പോ ഒരു കൂട്ടുകക്ഷിയാണ്. അപ്പൊ BJPയുടെ ഒരു വലിയ അപ്രമാദിത്യം അതൊന്നും നടക്കില്ല. ഇലക്ഷൻ വരെ ഇതെല്ലാം വളരെ സജീവമായിരുന്നു. ഇപ്പൊ അതൊന്നും നടക്കില്ല. BJP ഇതര മുഖ്യമന്ത്രി പിണറായി വിജയനല്ലാതെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിമാർക്ക് ഏതെങ്കിലും ആനുകൂല്യങ്ങൾ BJPയുടെ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയത് പിണറായി വിജയനാണ്. കരുവന്നൂർ കേസിൽ അന്വേഷണമില്ല, നടപടിയില്ല. സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത് മുഖ്യമന്ത്രിയുടെ ഒന്നാം പിണറായി സർക്കാരിലാണ് ഇതെല്ലാം നടന്നത്. 2020 സ്വന്തം കൂടെ ഉണ്ടായിരുന്ന ശിവശങ്കരൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ 1 വർഷക്കാലമാണ് അകത്ത് കിടന്നത്. 1 കോടി രൂപയാണ് റെഡ് ക്രസൻറ്റിൽ നിന്നും വാങ്ങിയ ഈ ലൈഫ് മിഷൻ അഴിമതിയിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ലോക്കറിൽ നിന്ന് കണ്ടെടുത്തത്. ബാങ്കിൽ നിന്ന് കണ്ടെടുത്തത് കയ്യോട് കൂടിയിട്ടാണ് പിടിക്കപ്പെട്ടത്. തൊണ്ടി മുതലോട് കൂടിയിട്ടാണ് പിടിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല. ലൈഫ് മിഷൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്കെതിരായ ഒരു കേസില്ല. സാധാരണ മറ്റേത് സംസ്ഥാനത്താണെങ്കിലും രാജ്യത്ത് ആര് ഭരണം നടത്തിയാലും ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് മുഖ്യമന്ത്രിയായിരുന്നു. ഇല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി നടപടിയില്ല, അന്വേഷണമില്ല, നടപടിയില്ല. അതുപോലെ തന്നെ AI ക്യാമറ ഉൾപ്പെടെ, K-ഫോൺ ഉൾപ്പെടെ എത്ര കേസുകളാണ്? സർക്കാരിൻ്റെ പണം മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോയ എത്ര കേസുകളാണ്? ഏറ്റവും അവസാനത്തെ ഈ വിവാദങ്ങൾ ഉൾപ്പെടെ ഉള്ള കേസുകളിൽ നമുക്ക് വളരെ കൃത്യമായി അറിയാൻ കഴിയില്ലേ? RSS നേതാക്കന്മാരെ കാണാനായി മുഖ്യമന്ത്രി എന്തിനാണ് മുറിയടച്ചിട്ട് ചർച്ച, CM-മായി എന്തിനാണ് ചർച്ച നടത്തിയത്? ഇപ്പോൾ കണ്ണൂരിൽ കൊലപാതകങ്ങളൊന്നും ഇല്ലല്ലോ. കണ്ണൂരിൽ എവിടെയാണ് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇപ്പോൾ? അപ്പം ഈ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പുറകിൽ ആരായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്? ആരായിരുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ഉണ്ടായിരുന്നത്. ആ ബുദ്ധിയായിരുന്നു, ആ അത്തരത്തിൽ ക്രിമിനൽ ബുദ്ധിയായിരുന്നു. എത്ര കൊലപാതകങ്ങൾ നടത്തിയിരുന്നു? കണ്ണൂരിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം പിണറായി വിജയനെ പോലുള്ള ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ്. എന്താ സംശയം? മുഴുവൻ എന്നെല്ലാം അധികാര സ്ഥാനങ്ങളിൽ, പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ടോ അന്നെല്ലാം നടത്തിയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇവരുടെ അറിവില്ലാതെ നടന്നിട്ടുണ്ടാകില്ല. ഇവരുടെ അറിവോടുകൂടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ്. ഏറ്റവും അവസാനം കുഞ്ഞനന്തൻ്റെ മരണം പോലും സംശയിക്കപ്പെട്ടില്ല. അവരുടെ കുടുംബം പോലും സംശയമാണെന്ന് പറഞ്ഞില്ലേ? പാനൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞനന്തൻ മരണപ്പെട്ടതിൻ്റെ കാരണം, ആ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ സംശയമുണ്ട് എന്ന് ആ കുടുംബം പരാതിപ്പെട്ടു, അല്ലേ? അതുമാത്രമല്ലല്ലോ, ഇന്ന് ഈ RSS നേതാക്കന്മാരുമായി കൂട്ടുചേർന്ന് ചർച്ച നടത്തിയതിന് ശേഷം സ്പീക്കറായ AN ഷംസീർ പറഞ്ഞത് എന്താ? ഷംസീർ പറഞ്ഞത് RSS ഒരു ദേശീയ സംഘടനയാണ്, അല്ലേ? ഇന്ത്യ മുഴുവൻ വളർന്ന് വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടന. പിന്നെ അവരുമായി ചർച്ച നടത്തിയാൽ എന്താണ് കുഴപ്പമെന്നാണ് പറഞ്ഞത്. അപ്പോൾ RSSകാരാൽ കൊല്ലപ്പെട്ട CPM നേതാക്കന്മാരുടെ കുടുംബത്തോട് എന്ത് നീതിയാണ് ഇന്നത്തെ CPM പുലർത്തുന്നത്? ആ കുടുംബത്തിൽ ഇവർക്ക് ചെന്ന് കയറാൻ കഴിയുമോ? RSSനെതിരായി നിലപാട് സ്വീകരിച്ച് RSSൻ്റെ എല്ലാ തത്വസംഹിതകളോടും എതിർപ്പ് പ്രകടിപ്പിച്ച് അവർക്കെതിരായി പോരാട്ടം നയിച്ച പാർട്ടി, ആ പോരാട്ടത്തിലേക്ക് ചെറുപ്പക്കാരായിട്ടുള്ള DYFI നേതാക്കന്മാരെയും SFIക്കാരെയും കൊണ്ടുവന്ന് അവരുടെ ജീവൻ ഹോമിക്കപ്പെട്ട് അവരുടെ കുടുംബം ഇന്ന് അനാഥമാണ്. മക്കളില്ലാത്ത അച്ഛനമ്മമാരുണ്ട്, പാപ്പയും ഉമ്മയും ഉണ്ട്, ഭാര്യമാരുണ്ട്, അച്ഛനില്ലാത്ത കുട്ടികളുണ്ട്, അല്ലേ? എത്ര കുട്ടികളുണ്ട്? അവിടെ കുടുംബത്തോടൊക്കെ CPM എന്താ ഇനി പറയാ? ഞങ്ങൾ RSSുമായി കൂട്ടുചേരണം, അല്ലെങ്കിൽ RSSുമായി സംസാരിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന CPM നേതാക്കന്മാരോട് ആ പാവപ്പെട്ട രക്തസാക്ഷികളായിട്ടുള്ള കുടുംബങ്ങളുടെ, ആ പാവപ്പെട്ട പിഞ്ചുമക്കളുടെ, അല്ലെങ്കിൽ ആ പാവപ്പെട്ട വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ ചോദ്യത്തിന് കൂടി മറുപടി പറയണം. പറഞ്ഞല്ലോ 2-3 പേര്.
ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് CPM-ന്റെ ഈ രക്തസാക്ഷികളുടെ മക്കൾ തന്നെ പറഞ്ഞില്ലേ? അപ്പം ഇവരുടെ താല്പര്യങ്ങൾക്ക് പാർട്ടിയുടെ താല്പര്യമല്ല, പിണറായി വിജയൻ്റെയും CPM നേതാക്കന്മാരുടെയും അഴിമതികൾ മറച്ചുവെക്കാൻ, അവരുടെ സാമ്പത്തിക ക്രമക്കേടുകൾ മറച്ചുവെക്കാൻ ഞങ്ങൾ RSS-ഉമായല്ല BJP-യുമായല്ല ആരുമായും കൂട്ടുകൂടും എന്ന് പറയുന്ന സമീപനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ CPM-നെ പശ്ചിമ ബംഗാൾ പോലെ ത്രിപുര പോലെ കേരളത്തിലും തകർക്കും, ഒരു സംശയവും വേണ്ട. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് മേപ്പാടി ദുരന്തത്തിൽ വലിയൊരു നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള, അതായത് ഒരു ശവം മറവ് ചെയ്യുന്നതിന് 75,000 രൂപ, അങ്ങനെ തുടങ്ങി വലിയ എമൗണ്ടുകളാണ് റെക്കോർഡുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയുക? അല്ല, അത് പുറത്തു വരേണ്ടതാണ്. അതിപ്പോൾ വന്നിരിക്കുന്നത് സർക്കാർ കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലമാണ്. അത് സർക്കാർ പറയുന്നത് എസ്റ്റിമേറ്റ് ആണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ശവം മറവ് ചെയ്യാനായിട്ട് 75,000 രൂപ എടുക്കുക? എങ്ങനെയാണ് 75,000 രൂപ? സർക്കാരിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ കഴിയുക? അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ സർക്കാർ ഇതായിരിക്കും എഴുതിയെടുക്കുക, അല്ലേ? ഇത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഇത് ചർച്ച ചെയ്തില്ലായിരുന്നെങ്കിൽ, പിന്നെ ഭക്ഷണത്തിന് 11 കോടി രൂപ. അവിടെ ശവം മറവ് ചെയ്തത് ആരൊക്കെയാണ്? സന്നദ്ധ പ്രവർത്തകരാണ്, അല്ലേ? സന്നദ്ധ പ്രവർത്തകരല്ലേ? ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാവരും ഉണ്ടല്ലോ, DYFIക്കാരുടെ ഉൾപ്പെടെയുള്ള ആളുകൾ സന്നദ്ധ പ്രവർത്തകരാണ്, അവരാണ്. ഇപ്പം ബെയിലി പാലം നിർമ്മിച്ച് 1 കോടി രൂപയാണ്. കല്ല് കൊണ്ടുവന്നിട്ടത് 1 കോടി രൂപ. ഒന്ന് ആലോചിച്ച് നോക്ക്. മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ, ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു സർക്കാരിന് പെരുമാറാൻ കഴിയുക? ഇവിടെ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിൻ്റെ PK ഫിറോസ് പറഞ്ഞല്ലേ, അവർ വൈറ്റ് കാർഡ് ഭക്ഷണം കൊടുത്തതിന് ഇത്ര രൂപയായുള്ളൂ എന്ന്. ഇത്ര കോടി രൂപയാണ് അതിൻ്റെ പേരിൽ എസ്റ്റിമേറ്റ് തുകയാക്കി എഴുതി വെച്ചത്. വസ്ത്രം വേണ്ട എന്ന് പറഞ്ഞു. വസ്ത്രം കൊടുക്കാൻ നിന്ന ആളുകൾ വേണ്ട, കെട്ടുകണക്കിന് വസ്ത്രങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലേ? ആരോടും വസ്ത്രവും മറ്റ് സാധന സാമഗ്രികളൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എല്ലാത്തിനും കോടി രൂപ. ഒരു ദുരന്തമുണ്ടായാൽ സന്തോഷിക്കുന്ന കേരളത്തിലൊരു വർഗമുണ്ടെങ്കിൽ അത് ഈ നാണംകെട്ട CPM ആണ്. ഈ നാണംകെട്ട CPM, അല്ലേ? ഈ പിരിവുമായി ഇറങ്ങി ഇപ്പം ഇവിടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് കട്ടുകൊണ്ടുപോയവരല്ലേ എറണാകുളത്തെ CPM, അല്ലേ? അപ്പം ഈ ഇത്തരത്തിലുള്ള പിണറായി വിജയൻ നടത്തുന്ന ഹീനമായ കാര്യങ്ങളെല്ലാം അതിശക്തമായ രൂപത്തിൽ താങ്കൾ പ്രതിഷേധിച്ചത് കൊണ്ടല്ലേ താങ്കളെ വേട്ടയാടുന്നത്? സ്വാഭാവികമായും അതുണ്ടാകാം. രാഷ്ട്രീയപരമായി നിലപാടുകൾ സ്വീകരിക്കുന്നതും രാഷ്ട്രീയപരമായി അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നതും അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അവരെ ഈ പറയുന്ന തരത്തിൽ ചോദ്യം ചെയ്യുന്നവരെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കും, ഇല്ലായ്മ ചെയ്യാനുള്ള പ്രേരണകളെല്ലാം നൽകും. അതിനൊന്നും നിന്നുകൊടുക്കുന്നവരല്ല എന്നെപ്പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ഞങ്ങളെ കൂടെയുള്ള സഹപ്രവർത്തകരും. ഞങ്ങൾക്ക് അവരെയാണ് വിശ്വാസം, ജനങ്ങളിലാണ് വിശ്വാസം. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലാണ്, ഞങ്ങൾ മറ്റൊരു സ്ഥലത്തല്ല, ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലാണ്. ഞങ്ങളുടെ പാർട്ടിക്കാരും ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി. എറണാകുളം ജില്ല പോലുള്ള ഒരു ജില്ല കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ജില്ലയാണ്, UDFൻ്റെ ഒരു ശക്തമായ ജില്ലയാണ്. ഞങ്ങളുടെ MP-മാർ, ഞങ്ങളുടെ MLA-മാർ, ഞങ്ങളുടെ ജനപ്രതിനിധികളായിട്ടുള്ള ലോക്കൽ ബോഡി അംഗങ്ങൾ എല്ലാവരും 24/7 ആണ്. എല്ലാവരും, ഒരാളും വെറുതെ ഇരിക്കുന്ന ആളുകളല്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ജനങ്ങളുടെ ഓരോ ചെറുതും വലുതുമായ കാര്യത്തിന് ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ സ്വാധീനം ഞങ്ങൾക്കുണ്ട്. ആ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, അതിൻ്റെ തലം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ തയ്യാറെടുത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ എറണാകുളം കോർപ്പറേഷൻ ഇത്രയധികം ശക്തമായ പിന്തുണ UDFനുണ്ടായിട്ടും കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിട്ടും കോർപ്പറേഷൻ ഇടതുപക്ഷത്തിന് പോകുന്നു. എന്തുകൊണ്ടാണ് ആ സംഭവിക്കുന്നത്? കഴിഞ്ഞ ടേമിൽ ഞങ്ങൾക്ക് വിജയിക്കാമായിരുന്നു, പക്ഷേ സ്ഥാനാർത്ഥി നിർണയം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഈ അരാഷ്ട്രീയവാദികളുടെ കടന്നുവരവ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാകെ 2 സീറ്റിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. 2 സീറ്റിനാണ് പരാജയപ്പെട്ടത്. ഞങ്ങളിൽ നിന്ന് റിബലായി മത്സരിച്ച ആളുകളെ കൂടെ കൂട്ടിയിട്ടാണ് LDF ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ പോരായ്മകൾ കണ്ടറിഞ്ഞ് ഞങ്ങൾ പ്രവർത്തിക്കും. കൊച്ചിൻ കോർപ്പറേഷൻ ഒരു ബാലികേറ മലയൊന്നുമല്ല. ഞങ്ങൾക്ക് എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയാവുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. അതിൽ ഞങ്ങളുടെ പോരായ്മകൾ പരിഹരിച്ച് സ്ഥാനാർത്ഥി നിർണയം ഭംഗിയാക്കി സംഘടനാപരമായി ഓരോ പ്രദേശങ്ങളിലും ഓരോ ഡിവിഷനിലും കുറേ കൂടി ശക്തമായി പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി കോർപ്പറേഷൻ്റെ കെടുകാര്യസ്ഥത, ഇപ്പോൾ ബ്രഹ്മപുരത്തുണ്ടായ മാലിന്യ സംസ്കരണത്തിലുണ്ടായ വീഴ്ച,
കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, നഗരസഭയുടെ പുതിയ കെട്ടിടം പണിയുന്നതിലെ അഴിമതി, അതുപോലെ നഗരത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ. ഇപ്പോൾ കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ വലിയ പ്രതിഷേധമുണ്ട്. ഒരു ടാക്സ് അടക്കാൻ പോലും ഒരു പേപ്പർ പോലും കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾ മുഴുവൻ ഇതിൽ വലിയ ദുരിതം നേരിടുന്ന ആളുകളാണ്. മാലിന്യ സംസ്കരണത്തിലെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയും വീഴ്ചയുമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ആരോഗ്യം തന്നെ തകർത്ത് കളഞ്ഞു. നമുക്കറിയാം, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, എല്ലാ സർവ്വ മേഖലകളിലും ഇത് തന്നെയാണ്. ഓടകൾ പോലും കൃത്യമായി ഒരു മഴ പെയ്താൽ, ഒരു അരമണിക്കൂർ മഴ പെയ്താൽ പട്ടണം മുഴുവൻ മുങ്ങിപ്പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇതെല്ലാം മുൻനിർത്തി ഈ വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. അത് ജനങ്ങളെ ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ വലിയ ശക്തമായി ഞങ്ങൾ പറയുന്നു, ഒരു 3/2 ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. എറണാകുളം കോർപ്പറേഷൻ, കൊച്ചി. അതേപോലെ ഏറ്റവും ശക്തമായ മുനിസിപ്പാലിറ്റികളുള്ള സ്ഥലമാണ്. ഏകദേശം 13ഓളം മുനിസിപ്പാലിറ്റികൾ എറണാകുളത്തുണ്ട്. ഇവിടെയൊക്കെ തന്നെ കോൺഗ്രസിന് ശക്തമായതുണ്ടെങ്കിലും അവിടെ വേണ്ടത്ര രൂപത്തിൽ കോൺഗ്രസ് വിജയിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അതെന്തായിത്തീരും? താങ്കളിപ്പോൾ വന്ന ശേഷം എന്തുമാത്രം മാറ്റമുണ്ടാകാൻ സാധിക്കും? അല്ല, ഒന്ന് കോൺഗ്രസിൻ്റെ ഈ നേതാക്കന്മാരുടെ ഒരു വലിയ ബാഹുല്യമുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സീറ്റ് കൊടുക്കൽ സാധാരണ നടക്കില്ല. അപ്പോൾ ഒരു റിബൽ സാന്നിധ്യം പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി അതിൽ ഏറ്റവും മിടുക്കരായ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിമാരെ തീരുമാനിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് പാർട്ടി പോവുകയാണ്. നേരത്തെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ സ്വീകരിച്ച് സ്റ്റാറ്റസ് കോ ഗ്രൂപ്പ് അറിയാലോ, കോൺഗ്രസ് പാർട്ടിക്കകത്തെ ഗ്രൂപ്പും വ്യക്തി താല്പര്യങ്ങളും അതും ഇതൊക്കെ ഉള്ളത് കൊണ്ട് അത്തരത്തിലുള്ളൊരു സമീപനമായിരുന്നു. അത് മാറ്റി പ്രവർത്തകരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക, അവർ കൂടി ഒരാളെ തിരഞ്ഞെടുക്കുക, അവരെ സ്ഥാനാർത്ഥിമാരാക്കുക എന്നുള്ളതാണ്. പ്രവർത്തകർക്ക് വിട്ടുകൊടുക്കുകയാണ്. അവരാളിൽ നിന്ന് ആരാണ് സ്ഥാനാർത്ഥിമാരാകേണ്ടത്. അവരെല്ലാവരും കൂട്ടമായി യോജിച്ച് ഒരാളുടെ പേര് പറഞ്ഞാൽ അവർ സ്ഥാനാർത്ഥിമാരായിരിക്കും. അങ്ങനെ ബാക്കി ഒരു ഇൻട്രസ്റ്റോ മോളിൽ നിന്ന് നേതാക്കന്മാരുടെ താല്പര്യങ്ങളോ മറ്റോ ഒന്നും സംരക്ഷിക്കാതെ പ്രവർത്തകരുടെ താല്പര്യത്തിന് വിട്ടുകൊടുത്ത് അവരിൽ നിന്ന് ഏറ്റവും വിജയസാധ്യതയുള്ള ആളുകളെ അവർ തന്നെ തിരഞ്ഞെടുത്ത് കൂട്ടായ പരിശ്രമത്തിലൂടെ വിജയിക്കുക എന്നുള്ളതാണ് തന്ത്രം. അത് അത്തരത്തിൽ വിജയിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം നമുക്ക് അനുകൂലമാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ UDFൻ്റെ കയ്യിലാണ്. ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷൻ മാത്രമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുള്ളൂ. ബാക്കി ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ്. അവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ ബ്രിമ്മിൽ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരാൻ കഴിയാവുന്ന സ്റ്റേബിളായിട്ടുള്ള ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയാവുന്ന ഒരു ഭരണമായിരിക്കും നടക്കുക. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വലിയ പരാതികളാണ്. കാരണം പ്ലാൻ ഫണ്ടെല്ലാം വെട്ടിക്കുറച്ച് സർക്കാർ പൈസ നൽകാതെ, ഒന്നും നൽകാതെ, ട്രഷറിയിൽ പണമില്ല, കരാറുകാർക്ക് പണം കൊടുക്കാനില്ല, വർക്ക് നടക്കുന്നില്ല, വലിയ പരാതികളാണ്. വ്യക്തിഗത ആനുകൂല്യങ്ങളില്ല, ലൈഫ് മെഷീൻ്റെ വർക്കൊന്നും നടക്കുന്നില്ല. അപ്പം വലിയ പരാതികൾ ജനങ്ങൾക്കിടയിലുണ്ട്. അത് ജനങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയങ്ങളിലെല്ലാം ശക്തമായ നിലപാട് ജനങ്ങളോടൊപ്പം നിന്ന് സ്വീകരിക്കും. ഈ എറണാകുളം കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണോ? പിന്നെ മാത്രമല്ല കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ സ്ഥലമാണ്. താങ്കൾ വന്ന ശേഷം ഇവിടെ എത്രമാത്രം ഈ ഇലക്ഷനിൽ അത് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസ്? ഞാൻ സൂചിപ്പിച്ചല്ലോ, കൊച്ചിൻ കോർപ്പറേഷനിൽ 3/2 ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നമുക്കറിയാം. ഞാൻ ഈ കോർപ്പറേഷൻ്റെ 74 ഡിവിഷനിലും, ഞാൻ ഈ ബ്രഹ്മപുരത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാനൊരു ജാഥ നയിച്ച് എല്ലാ ഡിവിഷനുകളിലും 74 ഡിവിഷനിലും ഞാൻ പോയതാണ്. ആ 74 ഡിവിഷൻ ഇപ്പോൾ അത് 76, 2 ഡിവിഷൻ വർദ്ധിച്ച് 76 ഡിവിഷനിലേക്ക് മാറുകയാണ് പുതിയ രീതിയിൽ. അപ്പോൾ 3 പ്രധാനപ്പെട്ട മേഖലയാണ്. ഒന്ന് എറണാകുളവുമായി ബന്ധപ്പെട്ട്, ഒന്ന് തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട്, പശ്ചിമ കൊച്ചിയുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളാണ്. ഈ മേഖലകൾക്കെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളാണ്. അത് കൃത്യമായി പഠിച്ച് അതിന് പറ്റുന്ന സ്ഥാനാർത്ഥി നിർണയം നടത്തി നമുക്ക് അതിന് പറ്റുന്ന ഒരു സംഘടനാ സ്ട്രക്ചർ പോരായ്മകളുള്ള സ്ഥലത്ത് അത് ഉണ്ടാക്കിയെടുത്ത് വിജയിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് തന്നെ ഞാൻ ചോദിച്ചത്. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ CPM തീരെ താഴേക്ക് പോവുകയും BJP ഇവിടെ വളരെ ശക്തമായി വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ എറണാകുളം കോർപ്പറേഷൻ്റെ ഏരിയയിലെല്ലാം ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അല്ല, എറണാകുളം കോർപ്പറേഷൻ്റെ പ്രത്യേകിച്ചും എറണാകുളത്തെ ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചാണ്, പട്ടണം കേന്ദ്രീകരിച്ചുള്ള ഡിവിഷനുകളിലാണ് നമുക്കത് കാണാൻ സാധിച്ചത്. അത് സ്വാഭാവികമായും ഇപ്പോഴത്തെ മോഡി സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJPയോടുള്ള ഒരു ആഭിമുഖ്യമായിരിക്കും.
അത്തരത്തിൽ ആളുകളെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ BJPക്ക് ഒരു കാരണവശാലും ജയിച്ചു വരാൻ കഴിയില്ല, കോർപ്പറേഷനിൽ ജയിച്ചു വരാൻ കഴിയില്ല എന്നുള്ള ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. സ്വാഭാവികമായും മുൻകാലങ്ങളിൽ കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികൾക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകൾ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ വർക്ക് ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള 3-4 ഡിവിഷനിലാണ്. പട്ടണത്തിൽ പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. അത് കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിൽ ഒരു കൃത്യമായ ഒരു വർക്ക് ഞങ്ങളത് നടത്തും. ആ പ്രദേശങ്ങളിൽ സംഘടനാപരമായി ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ ഭൂരിപക്ഷം 38,700 ഞങ്ങളുടെ ഭൂരിപക്ഷം. പക്ഷേ CPMും BJPയും തമ്മിൽ 2000 വോട്ടിന് വ്യത്യാസമുള്ളൂ. എറണാകുളം നിയോജകമണ്ഡലത്തിൽ ഈ പറയുന്ന പ്രദേശങ്ങളിൽ 2000 വോട്ടിന് വ്യത്യാസമുള്ളൂ. അപ്പോൾ CPM വളരെ ദുർബലമായി പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ CPM ദുർബലമാകുമ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് BJPക്കാണ് അതിൻ്റെ ഗുണം ലഭിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളത് മനസ്സിലാക്കി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ഓരോ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് അത് കൃത്യമായി ഞങ്ങളത് പഠിച്ച് മനസ്സിലാക്കി അത് പ്രവർത്തിക്കും. കേന്ദ്രത്തിൽ ഇപ്പം മോഡി രണ്ടാമത് തിരിച്ചു വന്നു, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി വരുന്നൊക്കെയായിരുന്നു പ്രതീക്ഷ. വേണ്ടത്ര വിജയിച്ചില്ല. ഇപ്പോൾ ഈ 4 സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്, മഹാരാഷ്ട്ര അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ. അത് ഇലക്ഷനിൽ എന്തായിരിക്കും ഫലങ്ങൾ ഉണ്ടാവുക, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി പുതിയ സംസ്ഥാനങ്ങളായി രൂപീകരിച്ച് അവരുടെ കേന്ദ്ര പദവികളെല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ BJPക്കെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധമുണ്ട്. ആളുകളുടെ ഡിവൈഡ് ചെയ്യുന്ന രാഷ്ട്രീയത്തിനാണ് BJP മുൻഗണന കൊടുക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലും അത് തന്നെയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്കായ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ അദ്ദേഹം പോയി അദ്ദേഹം അവിടുത്തെ ഗണേശ പൂജയിൽ പങ്കെടുത്തത് അതിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും അസഹിഷ്ണുതയാണ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിൽ പറയുന്നതെന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. എപ്പോഴും രാജ്യത്തെ നീതിന്യായ സംവിധാനം, ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും രണ്ട് തലങ്ങളിലാണ് നിൽക്കുക. രണ്ടും പരസ്പര വിശ്വാസത്തിലാണ് നിൽക്കുക. രണ്ടും ഇടചേർന്നല്ല പ്രവർത്തിക്കുക. രണ്ടും 2 തലത്തിലാണ് നിൽക്കുക. അപ്പോൾ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയെ പോലും ദുർബലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തി അവരെ പോലും ദുർബലപ്പെടുത്തുന്ന തരത്തിലേക്കാണ് പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളും അതിനുശേഷം ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ കമൻസും. അപ്പോൾ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയിൽ എന്ത് വിലയാണുള്ളത്? ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. ഞങ്ങൾക്ക് എന്താണ് അസഹിഷ്ണുത? ഞങ്ങൾക്കിപ്പോൾ TY ചന്ദ്രചൂഡിൻ്റെ വീട്ടിൽ പോയി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പൂജയിൽ പങ്കെടുത്തതിന് ഞങ്ങൾക്ക് എന്താ അസഹിഷ്ണുത? പക്ഷെ അദ്ദേഹം രാജ്യത്തിൻ്റെ നീതിന്യായ സംവിധാനത്തിൻ്റെ ഏറ്റവും ഹെഡാണ്. രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്. അതിനൊരു മര്യാദ ഉണ്ട്. ഒരു മുൻകാലങ്ങളിൽ അതിന് മുൻകാലങ്ങളിൽ ഇരുന്ന ആളുകളുടെ ഒരു കീഴ്വഴക്കമുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതികളുണ്ട്. ചീഫ് ജസ്റ്റിസിൻ്റേതായ നിയമ സംവിധാനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം രീതികളുമുണ്ട്. അത് വിട്ടിട്ട് പോകുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അപ്പം ചീഫ് ജസ്റ്റിസിനെ മുന്നിൽ നിർത്തി വിശ്വാസത്തെ കോൺഗ്രസ് കളിയാക്കുകയാണ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ നീതിന്യായ സംവിധാനത്തെ ദുർബലപ്പെടുത്തലല്ലേ? അദ്ദേഹത്തെ പോലും BJPക്കാരനാക്കി കാണാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി നടത്തുന്നത്. ഈ ഇലക്ഷൻ കഴിഞ്ഞ എന്ത് മാറ്റമുണ്ടാവാൻ സാധ്യത? അല്ല, ഈ 3 ഇപ്പം മഹാരാഷ്ട്ര ആണെങ്കിലും ഹരിയാനയാണെങ്കിലും ജമ്മു കാശ്മീർ ആണെങ്കിലും ജാർഖണ്ഡ് ആണെങ്കിലും കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയാവുന്ന സംസ്ഥാനങ്ങളാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫേസ് 2 സംസ്ഥാനങ്ങൾ ജമ്മു ആൻഡ് കാശ്മീർ, ഹരിയാനയിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി എല്ലാ സർവേകളിലും കോൺഗ്രസ് അധികാരത്തിൽ ശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. അവിടെ ഹരിയാന പോലുള്ളൊരു സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി അവിടെ BJPയുടെ കുത്തഴിഞ്ഞ ഭരണമാണ് മുഴുവൻ നടക്കുന്നത്. അവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും അതിനപ്പുറത്ത് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയവുമാണ് ഹരിയാനയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്.
കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ, ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനാണ് BJP ഇപ്പോഴും അവിടെ നേതൃത്വം കൊടുക്കുന്നത്. ഇനി അവിടെ സ്കോപ്പില്ല. 10 വർഷക്കാലം ജനങ്ങൾ ഇത് സഹിച്ചു. വലിയ ഭൂരിപക്ഷത്തിൽ ഹരിയാനയിൽ വരും. ജമ്മു ആൻഡ് കാശ്മീരിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി തന്നെ അധികാരത്തിൽ വരും. ഒരു സംശയവും വേണ്ട. മഹാരാഷ്ട്രയിൽ NCP കോൺഗ്രസ് സഖ്യം, അതുപോലെ തന്നെ ശിവസേന സഖ്യം ശക്തമായ രീതിയിൽ അധികാരത്തിൽ വരും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഷിൻഡെ വിഭാഗവും നിലവിലുള്ള പ്രഫുൽ പട്ടേൽ വിഭാഗവും NCP വിഭാഗവും അതുപോലെ തന്നെ BJP വിഭാഗവും അവരൊന്നും പരസ്പരം യോജിക്കാതെ തമ്മിലടിച്ച് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജാർഖണ്ഡിലും കോൺഗ്രസ് തിരിച്ചു വരും, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി. ഇപ്പം മഹാരാഷ്ട്രയിൽ ഉണ്ടായത് എന്താണ്? മഹാരാഷ്ട്രയിലുണ്ടായ മറാഠ വാർഡുകൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആളുകളെ ഭിന്നിപ്പിക്കുന്നു BJP വന്നിട്ട്. അതും ഗുജറാത്തിൽ നിന്ന് വരുന്ന 2 ആളുകളാണ് അവരെ ഭിന്നിപ്പിച്ചതെന്നുള്ള വലിയ ആക്ഷേപമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായത്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കപ്പെടും, ഒരു സംശയവും വേണ്ട. അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? BJPയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? മോഡിക്ക് മുമ്പത്തേക്കാൾ ബലമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? സ്വാഭാവികമായും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അതിൻ്റെ ഉത്തരവാദിത്വം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനും രാജ്യത്ത് അധികാരത്തിൽ അവരെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനറും അവരുടെ ഏറ്റവും വലിയ ഫേസ് ആയിട്ടുള്ള നരേന്ദ്രമോദിക്കുമാണ്. അതിൻ്റെ ക്ഷീണമുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ 5 ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഇത്തവണ 1,60,000 വോട്ടിനല്ലേ ജയിച്ചോളൂ വാരണാസിയിൽ. അതും എങ്ങനെയാണ് ജയിച്ചതെന്നുള്ളതിനെ കുറിച്ച് വലിയ ആക്ഷേപം നിലനിൽക്കുകയാണ്. EVM തട്ടിപ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് പോലും ഇടം നൽകാതെ, രാജ്യത്തെ പ്രധാനമന്ത്രി പോലും അവരുടെ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം BJPക്കായിരിക്കും, ഒരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വരുന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ BJP ഉണ്ടാക്കിയിരിക്കുന്ന ഈ മുന്നണി കൂട്ടുകെട്ട് തകർന്ന് തരിപ്പണമാകും, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ 100 ദിവസക്കാലത്തെ ഭരണം കൊണ്ട് എത്ര യൂട്ടേൺ അടിക്കേണ്ടി വന്നു? ഇപ്പോൾ BJP ഇവിടെ ഏറ്റവും വലിയ ഒരു ഭാഷ, ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് അല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ അവർക്ക് എങ്ങനെ ഇനി കഴിയുക? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, ആ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിയമസഭകളുടെ പ്രത്യേകമായിട്ടുള്ള തീരുമാനം വേണം. രാജ്യസഭയുടെയും ലോക്സഭയുടെയും അംഗീകാരം വേണം. ഇതൊന്നും BJPക്ക് ഇനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ലോക്സഭയിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. രാജ്യസഭയിൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. വിവിധ സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് വരിക? അവസാനമായിട്ട് താങ്കളോട് ഒരു ചോദ്യം. PV അൻവർ ഈ സാധനമായി പേറി എറണാകുളത്തേക്ക് വരുമോ? ജയശങ്കർ തലയിൽ പിടിക്കാൻ. PV അൻവർ ഒരു കടലാസ് പുലിയാണ്. നിങ്ങൾ അത്ര കണ്ടാൽ മതി. ഞാൻ ഇന്നലെ പറഞ്ഞു, അദ്ദേഹം കുരയ്ക്കുള്ളൂ, കടിക്കില്ല. അതിനുള്ള ആംബിയറൊന്നും അൻവറിനില്ല. ഇത് കേരളമാണ്, ഇത് ജനാധിപത്യ കേരളമല്ലേ? എറണാകുളം പോലുള്ള ഒരു ജില്ലയാണ്. ഈ ജില്ലയിലൊക്കെ അൻവർ ഇതുപോലെ വന്ന് ഇതുപോലെ പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതിന് അൻവർ ഇനി ഒന്നുകൂടി ജനിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? അല്ല, വരട്ടെ, വരുമ്പോഴല്ലേ, അത് വരുമ്പോൾ നമുക്ക് കാണാം. എന്തായാലും കേരളത്തിലെ സ്റ്റാർ പരിവേഷമുള്ള രാഷ്ട്രീയ നേതാവായി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉയർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഒറ്റയടിക്കാണ് PV അൻവറുമായുള്ള ഏറ്റുമുട്ടലിൽ വളർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ആരാധകർ കൂടിയിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.